Good afternoon. Good afternoon. Okay. Last class, medical legal case registration വരെയാണ് നോക്കിയത് അല്ലേ? കുഴപ്പമില്ല, വീണ്ടല്ലേ സാധാരണ വീട്ടിൽ ക്ലാസ് എടുക്കാറ്. മെഡിക്കൽ ലീഗൽ കേസ് വരെയാണ് നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ നോക്കിയത്. ദെൻ ഇന്ന് എടുക്കാൻ പോകുന്നത് ചാപ്റ്റർ അറിയാതെ എല്ലാവർക്കും ചാപ്റ്റർ ഏതാണ്? ചാപ്റ്റർ 6 മെഡിക്കൽ റെക്കോർഡ്സ് ആണ്. സോ അതില് റിലീസ് ഓഫ് ഇൻഫർമേഷൻ മുതലാണ് ഇന്ന് എടുക്കുന്നത്. ഓക്കെ, അപ്പോ നമ്മൾ ഹോസ്പിറ്റൽസിലെ പേഷ്യൻസിന്റെ ഇൻഫർമേഷൻസ് നമ്മൾ റെക്കോർഡ് രൂപത്തിൽ സൂക്ഷിക്കുന്നു എന്ന് പറഞ്ഞു. ഈ റെക്കോർഡ് രൂപത്തിൽ സൂക്ഷിക്കുന്ന ഇൻഫർമേഷൻസ് പേഷ്യന്റിന്റെ ഒതന്റിഫിക്കേഷൻ ആണ്. പേഷ്യന്റ് സമ്മതിക്കാതെ നമ്മൾ ആർക്കും എന്ത് ചെയ്യാൻ പാടില്ല, കൈമാറാൻ പാടില്ല. നമ്മുടെ ഹോസ്പിറ്റലിലെ പേഷ്യൻസിന്റെ റെക്കോർഡ് അത്ര സീക്രറ്റ്സ് ആയിട്ട് അല്ലെങ്കിൽ കോൺഫിഡന്റ്ലി നമ്മൾ എന്ത് ചെയ്യേണ്ടതാണ്, മെയിൻറ്റെയിൻ ചെയ്യേണ്ടതാണ്. പ്രൈവസി, പേഷ്യൻസിന്റെ പ്രൈവസി മെയിൻറ്റെയിൻ ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ റെക്കോർഡ്സ് ഒക്കെ എന്ത് ചെയ്യും, റെക്കോർഡുള്ള ഇൻഫർമേഷൻസ് മറ്റൊരാളുമായിട്ട് എന്ത് ചെയ്യില്ല, ഷെയർ ചെയ്യില്ല. ഓക്കെ, എന്തോ ആവട്ടെ, ഇപ്പൊ ഓറൽ ആണോ റിട്ടേൺ ആണോ അങ്ങനെയൊന്നും ഇല്ല. ഇപ്പൊ ഞാൻ ഇന്ന ആൾക്ക് ഇന്ന അസുഖമാണ് എന്ന് പോലും പറയാൻ പാടില്ല. പേഷ്യന്റിനെ കുറിച്ചിട്ടുള്ള ഒരു ഇൻഫർമേഷൻസും ആരും എന്ത് ചെയ്യരുത്, പേഷ്യന്റ് മറ്റൊരു വ്യക്തിയോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് പാടില്ല. ഓക്കെ, എനിക്ക് പേഷ്യന്റ് നമ്പർ എത്രയാണെന്ന് അറിഞ്ഞൂടാ മോനെ. ആരെങ്കിലും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കോ? റിലീസ് ഓഫ് ഇൻഫർമേഷൻ ആണ് നമ്മൾ നോക്കുന്നത്. കോൺഫിഡൻറ്റ് മെഡിക്കൽ റെക്കോർഡ് ആൻഡ് ഹെൽത്ത് ഇൻഫർമേഷൻ വെദർ ഇൻ ഓറൽ ഫോം ഓർ റിട്ടേൺ documentation related to any identified patient is confidential. നമ്മൾ പേഷ്യന്റിന്റെ എന്താവട്ടെ ഇൻഫർമേഷൻസ് ആവട്ടെ, ഡോക്യുമെന്റ്സ് ആവട്ടെ, റിട്ടേൺ ഡോക്യുമെന്റ്സ് ഓറൽ ആവട്ടെ, എന്തൊരു ഇൻഫർമേഷനോ നമ്മൾ എന്താണ് കോൺഫിഡന്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യണം. പേഷ്യൻസിന്റെ ഒരു വിവരവും നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, ഹോസ്പിറ്റൽ വഴി ലീക്ക് ആവാനായിട്ട് പാടില്ല. നമ്മൾ ഹോസ്പിറ്റൽസിൽ ചിലപ്പോൾ മെഡിക്കൽ ഡാറ്റാസ് ആയിരിക്കും, അല്ലെങ്കിൽ മെഡിക്കൽ റെക്കോർഡ് ആയിരിക്കും, അസുഖത്തെ കുറിച്ചായിരിക്കും, അല്ലെങ്കിൽ ഓപ്പറേഷനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളായിരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും ഫോട്ടോഗ്രാഫ്സോ അല്ലെങ്കിൽ മൈക്രോ ഫിലിംസ് നമ്മൾ ചെയ്യൂലേ, മൈക്രോ ഫിലിംസ് അല്ലെങ്കിൽ വീഡിയോ ടേപ്പോ ഓഡിയോ ടേപ്പോ എന്തോ ആവട്ടെ, അവരുടെ അസുഖമായിട്ട് റിലേറ്റ് ചെയ്യുന്ന മെഡിക്കൽ റെക്കോർഡായിട്ട് റിലേറ്റ് ചെയ്യുന്ന എന്തൊരു ഇൻഫർമേഷനും ആവട്ടെ, അത് ആർക്കും നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, റിലീസ് ചെയ്യാൻ പാടില്ല. വിത്തൗട്ട് ദർ കൺസെന്റ്, അവരുടെ കൺസെന്റ് ഇല്ലാതെ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, ആർക്കും അത് പാസ് ചെയ്യാനായിട്ട് പാടില്ല. നോക്കാം. Accordingly, computer stored data, information obtainable either in the form of medical record, disease, operation index, photograph, microfilm, videotape, audio tape, or other device used for this purpose should be treated as confidential documents. നമ്മൾ എന്തെങ്കിലും അസുഖങ്ങൾ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടൊക്കെ നമ്മൾ എന്തൊരു എക്യുപ്മെന്റ്സോ അല്ലെങ്കിൽ ഡിവൈസ് ഒക്കെ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിലോ, അതേപോലെ മെഡിക്കൽ റെക്കോർഡ്സോ ഓപ്പറേഷൻ ടൈമിൽ എന്തെങ്കിലും നമ്മൾ വീഡിയോസോ അല്ലെങ്കിൽ ഫോട്ടോഗ്രാഫ്സോ എന്തെങ്കിലും ഫോട്ടോഗ്രാഫ്സ് ഒക്കെ നമ്മൾ എന്തെങ്കിലും ഇൻഷുറിയുടെ ഫോട്ടോഗ്രാഫ്സ് ഒക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ ഇതൊന്നും നമ്മൾ ആരുമായിട്ട് എന്ത് ചെയ്യുന്നത്, മറ്റൊരു വ്യക്തിയായിട്ട് അത് ഷെയർ ചെയ്യാൻ പാടില്ല. അത് കോൺഫിഡന്റ് ആയിട്ട് സീക്രട്ട് ആയിട്ട് അത് എന്ത് ചെയ്യാൻ നമ്മൾ സൂക്ഷിച്ചു വെക്കണം. ഇതിന്റെ മൊത്തം ഉത്തരവാദിത്തം ആരുടെ കയ്യിലാണ്? ഈ നമ്മുടെ കോൺഫിഡൻസ് അല്ലെങ്കിൽ നമ്മൾ പ്രൈവസി മെയിൻറ്റെയിൻ ചെയ്യണം. പേഷ്യൻസിന്റെ ഡാറ്റാസ് അല്ലെങ്കിൽ ഇൻഫർമേഷൻസ് റെക്കോർഡൊക്കെ നല്ല രീതിയിൽ കോൺഫിഡന്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നുള്ള ഉത്തരവാദിത്തം മെഡിക്കൽ റെക്കോർഡ് ഡിപ്പാർട്ട്മെന്റ് ആണ്. ഇനി കുറച്ച് ഓതറൈസ്ഡ് ആയിട്ടുള്ള പേഴ്സൺസിന് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഇൻഫർമേഷൻസ് ഹാൻഡിൽ ചെയ്യാനായിട്ട് ഓതറൈസ്ഡ് ആയിട്ടുള്ള സ്റ്റാഫ്സ് ഉണ്ട്. ആരൊക്കെയാണ് ഈ ഓതറൈസ്ഡ് സ്റ്റാഫ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, പേഷ്യൻസിന് ആരാണ് നോക്കുന്നത്, പേഷ്യൻസിനെ ട്രീറ്റ് ചെയ്യുന്ന ഫിസിഷ്യൻ ആവട്ടെ, നേഴ്സ് ആവട്ടെ, അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഇൻഫർമേഷൻസ് ഹാൻഡിൽ ചെയ്യാനുള്ള റൈറ്റ്സ് ഉണ്ട്. അതേപോലെ പാരാമെഡിക്കൽ പേഴ്സണൽസ് ആവട്ടെ, നമ്മള് മെഡിക്കൽ റെക്കോർഡ് ഡിപ്പാർട്ട്മെന്റ് സ്റ്റാഫ് ആവട്ടെ, ഇവർക്ക് 4 പേർക്കും നമുക്ക് എന്താണ് ഈ കാര്യങ്ങൾ, ഏത് കാര്യങ്ങളും മെഡിക്കൽ റെക്കോർഡ് ഹാൻഡിൽ ചെയ്യാനുള്ള റൈറ്റ്സ് ഉണ്ട്. സോ authorized staff are permitted to deal with such information. ഈ ഇൻഫർമേഷൻസ് ഒക്കെ ഹാൻഡിൽ ചെയ്യാനായിട്ട് ഓതറൈസ്ഡ് ആയിട്ടുള്ള സ്റ്റാഫുകൾക്ക് മാത്രമേ എന്തുള്ളൂ, അധികാരമുള്ളൂ. Authorized staff are those who are looking after the patient. ആരാണ് ഈ പേഷ്യന്റിനെ
ലുക്ക് ചെയ്യുന്നത് അല്ലെങ്കിൽ ട്രീറ്റ്മെന്റ് കൊടുക്കുന്നത് അല്ലെങ്കിൽ ട്രീറ്റിംഗ് ഫിസിഷ്യൻ നോർമലി ഇൻക്ലൂഡിങ് ആരൊക്കെയാണ് മെഡിക്കൽ, നേഴ്സിംഗ് ആൻഡ് പാരാമെഡിക്കൽ പേഴ്സണൽസ് ആൻഡ് ദ സ്റ്റാഫ് ഓഫ് ദ മെഡിക്കൽ റെക്കോർഡ് ഡിപ്പാർട്ട്മെന്റ്. ആരൊക്കെയാണ്? ഫിസിഷ്യൻ ആവാം, നേഴ്സ് ആവാം, പാരാമെഡിക്കൽ പേഴ്സണൽസ് ആവാം ആൻഡ് ദ സ്റ്റാഫ് ഓഫ് മെഡിക്കൽ റെക്കോർഡ് ഡിപ്പാർട്ട്മെന്റ്. നമ്മൾ മെഡിക്കൽ റെക്കോർഡ് ഡിപ്പാർട്ട്മെന്റിൽ സ്റ്റാഫിനും എന്തുണ്ട് അതോറിറ്റി ഉണ്ട് ഈ ഡാറ്റാസ് ഹാൻഡിൽ ചെയ്യാനായിട്ട്. നമ്മള് റിലീസ് ഓഫ് ഇൻഫർമേഷൻ ഞാൻ പറഞ്ഞു പേഷ്യന്റിന്റെ കൺസെന്റോട് കൂടി മാത്രമേ നമ്മൾ എന്ത് ചെയ്യുള്ളൂ ഇൻഫർമേഷൻസ് റിലീസ് ചെയ്യുള്ളൂ. ചില കേസുകളിൽ നമ്മൾ പേഷ്യന്റ് കൺസെന്റ് ഇല്ലാണ്ട് നമ്മൾ എന്ത് ചെയ്യാറുണ്ട് പേഷ്യന്റ് ചില എപ്പോഴൊക്കെയാണ് നമ്മൾ ഈ ഇൻഫർമേഷൻസ് റിലീസ് ചെയ്യണേ എന്നാണ് ഇനി നോക്കുന്നത്. റിലീസ് ഓഫ് ഇൻഫർമേഷൻ ഏതൊക്കെ സിറ്റുവേഷൻ വരുമ്പോഴാണ് നമ്മൾ പേഷ്യന്റിന്റെ ഇൻഫർമേഷൻസ് മറ്റൊരു വ്യക്തിയുമായിട്ട് ഷെയർ ചെയ്യണമെന്ന് നോക്കണത്. ഇതൊക്കെയാണ് കണ്ടീഷൻസ്. ഇഞ്ചുറീസ്, പോയിസണിങ്, ആത്മഹത്യാ ശ്രമം അല്ലെങ്കിൽ പോയിസണിങ് എന്ന് വെച്ചാൽ വിഷബാധ, അബോർഷൻ, കേസ് ഇൻവോൾവിംഗ് ആക്സിഡന്റ്, ഇതിൽ ആക്സിഡന്റ് എമർജൻസി കേസ് ആണെങ്കിൽ, സൂയിസൈഡ് ആത്മഹത്യാ ശ്രമം ആണെങ്കിൽ, ഹോമിസൈഡ് എന്ന് വെച്ചാൽ മർഡർ അല്ലെങ്കിൽ നരഹത്യ എന്ന് മലയാളത്തിൽ കറക്റ്റ് ആയിട്ട് പറയുകയാണെങ്കിൽ ഹോമിസൈഡ് നരഹത്യ എന്നാ പറയുന്നത്. അപ്പൊ അങ്ങനെ എന്തെങ്കിലും ഇൻസിഡന്റ് ആയിട്ട് നമ്മുടെ ഹോസ്പിറ്റലിൽ അത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് നമ്മൾ എന്തെങ്കിലും റിപ്പോർട്ട് ആരോട് റിപ്പോർട്ട് ചെയ്യും? ലീഗൽ അതോറിറ്റിയോടോ അല്ലെങ്കിൽ പോലീസിന്റെ അടുത്തോ റിപ്പോർട്ട് ചെയ്യും. ഇനി ട്രാൻസ്മിറ്റർ ഡിസീസ് എന്തെങ്കിലും പകർച്ചവ്യാധികൾ പകർച്ചവ്യാധികൾ അറിയാൻ നമ്മളറിയാം കൊറോണ അല്ലെങ്കിൽ നിപ്പ വൈറസ് പോലത്തെ എന്തെങ്കിലും സ്പ്രെഡ് ചെയ്യുന്ന അസുഖങ്ങൾ പകർച്ചവ്യാധികൾ എന്തെങ്കിലും നമ്മുടെ ഹോസ്പിറ്റലിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അവിടുത്തെ ലോക്കൽ അതോറിറ്റിനോട് നമ്മൾ എന്ത് ചെയ്യണം കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. ഇനി ബർത്ത് അതേ ഹോസ്പിറ്റലിൽ ബർത്ത് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ജനനം ഏതെങ്കിലും കുട്ടികളുടെ ജനനം ഉണ്ടെങ്കിൽ അത് നമ്മൾ റിപ്പോർട്ട് ചെയ്യണം. ഡെത്ത് ഹോസ്പിറ്റലിൽ വന്നതിന് ശേഷം അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ ട്രീറ്റ്മെന്റ് ഇരിക്കുമ്പോഴോ മരണപ്പെടുന്നെങ്കിൽ ആ കാര്യം പറയണം. ഫെറ്റൽ ഡെത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗർഭസ്ഥ ശിശുവിന്റെ മരണം അമ്മയുടെ വയറ്റിൽ വെച്ച് തന്നെ ആ കുട്ടി മരണപ്പെടുകയാണെങ്കിൽ ഇത് നമ്മൾ ഇവിടെ റിപ്പോർട്ട് ചെയ്യണം. സിവിൽ രജിസ്ട്രേഷൻ അതോറിറ്റിയിൽ റിപ്പോർട്ട് ചെയ്യേണ്ടതാണ്. ഇനി നെക്സ്റ്റ് ആണ് വേറൊരു കേസിൽ ഹോസ്പിറ്റൽസ് ഇൻഫർമേഷൻസ് സപ്ലൈ ചെയ്യാറുണ്ട്. അത് ആരുടെ ഓർഡർ പ്രകാരമാണ്? കോർട്ടിന്റെ ഓർഡർ വന്നിട്ടുണ്ട്. കോർട്ട് പറഞ്ഞിട്ടുണ്ട് ഇന്ന പേഷ്യന്റിന്റെ റിപ്പോർട്ട് ഇത്രയും നാളത്തെ ട്രീറ്റ്മെന്റ് റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞാലും നമ്മുടെ ഹോസ്പിറ്റൽ എന്ത് ചെയ്യും? ഈ റിപ്പോർട്ട് ഹോസ്പിറ്റൽ എന്ത് ചെയ്യും? കോർട്ടിന് സബ്മിറ്റ് ചെയ്യാറുണ്ട്. ഇത്രയും കണ്ടീഷനിലാണ് സാധാരണയായിട്ട് ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ അല്ലെങ്കിൽ നമ്മൾ പേഷ്യന്റിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻസ് മറ്റൊരു വ്യക്തിയായിട്ട് എന്ത് ചെയ്യുന്നത്? ഷെയർ ചെയ്യുന്നത്. നോക്കാട്ടോ, ടെസ്റ്റിലേക്ക് പോവാം. റിലീസ് ഓഫ് ഇൻഫർമേഷൻ കണ്ടീഷൻസ് എക്സാമ്പിൾ ഇൻജുറീസ്, പോയിസണിങ്, അബോർഷൻ ഓർ കേസ് ഇൻവോൾവിംഗ് ആക്സിഡന്റ്, സൂയിസൈഡ് ആൻഡ് ഹോമിസൈഡ്. ഏകദേശം അറിയാലോ ഇൻജുറീസ് എന്ന് പറഞ്ഞാല് ചിലപ്പം ഇവരുടെ ഇൻജുറി ഒക്കെ ആയിട്ട് നമ്മൾ ഹോസ്പിറ്റലിലേക്ക് റിപ്പോർട്ട് ചെയ്യും ട്രീറ്റ്മെന്റിന് വേണ്ടി ചെന്നു. അപ്പൊ പറഞ്ഞു എവിടെയെങ്കിലും വീണതാണെന്നൊക്കെ പറയുമ്പോൾ നമ്മൾ എന്തെങ്കിലും ഫിസിക്കൽ എക്സാമിനേഷൻ നടത്തിയപ്പോ ബോഡിയിൽ ഒരുപാട് ചതവുകളും അതേപോലെ അങ്ങനത്തെ ഇഞ്ചുറീസ് ഒക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ പോലീസിന് റിപ്പോർട്ട് ചെയ്യാറുണ്ട്. ഇതാണെന്ന് വിചാരിച്ചിട്ട് എന്താ പറയാ ശാരീരിക ദ്രോഹമാണെന്ന് വിചാരിച്ചിട്ട് നമ്മൾ റിപ്പോർട്ട് ചെയ്യാറുണ്ട്. പോയിസണിങ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വിഷബാധ ഏറ്റിട്ടുണ്ടെങ്കിൽ അതേപോലെ അബോർഷൻ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അബോർഷൻ കേസായിട്ടാണ് ഹോസ്പിറ്റലിൽ പേഷ്യന്റിനോട് വരുന്നെങ്കിൽ, കേസ് ഇൻവോൾവിംഗ് ആക്സിഡന്റ്സ് ആക്സിഡന്റ് കേസ് ഹോസ്പിറ്റലിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ, സൂയിസൈഡ് ആത്മഹത്യാ ശ്രമം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നമ്മൾ റിപ്പോർട്ട് ചെയ്യേണ്ടി വരും. ഹോമിസൈഡ് എന്ന് വെച്ചാൽ നരഹത്യ. Have to intimated the police or other legal authorities. ആരായിട്ട് ഇന്റിമേറ്റ് ചെയ്യണം? പോലീസോ അല്ലെങ്കിൽ മറ്റുള്ള ലീഗൽ അതോറിറ്റി ആയിട്ട് ഇന്റിമേറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. ട്രാൻസ്മിറ്റബിൾ ഡിസീസ് പകർച്ചവ്യാധികളാണ് ഇത് പറയുന്നത്. ട്രാൻസ്മിറ്റബിൾ ആയിട്ടുള്ള ഡിസീസ് മസ്റ്റ് ബി റിപ്പോർട്ടഡ് ടു ദ അതോറിറ്റീസ് കൺസേൺഡ്. നമ്മുടെ ഹോസ്പിറ്റലിൽ ട്രാൻസ്മിറ്റബിൾ ആയിട്ടുള്ള ഡിസീസ് എന്തെങ്കിലും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ലോക്കൽ അതോറിറ്റിനോട് നമ്മൾ അത് എന്ത് ചെയ്യാൻ റിപ്പോർട്ട് ചെയ്യണം. നിപ്പ കൊറോണ ഒക്കെ വന്ന സമയത്ത് നമ്മൾ ആ ഹോസ്പിറ്റലിൽ എവിടെയാണ് സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത് ആ ഒരു ഏരിയയിലെ ലോക്കൽ അതോറിറ്റിനോട് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാറുണ്ടായിരുന്നു. അതാണ് ട്രാൻസ്മിറ്റബിൾ ഡിസീസ് ആണെങ്കിൽ ലോക്കൽ അതോറിറ്റിനോട് നമ്മൾ അത് റിപ്പോർട്ട് ചെയ്യണം. ഇവന്റ്സ് fatal death have to be reported to civil registration authority either directly or through the member of the family. ഇപ്പൊ നമ്മളുടെ ജനനം, മരണം, അതേപോലെ തന്നെ ഫേറ്റൽ ഡെത്ത് ഞാൻ പറഞ്ഞു എന്താണ് ഗർഭസ്ഥ ശിശുവിന്റെ മരണം. അപ്പൊ അങ്ങനെ എന്തെങ്കിലും നമ്മുടെ ഹോസ്പിറ്റലിൽ വെച്ച് നടന്നിട്ടുണ്ടെങ്കിൽ ഇത് സിവിൽ രജിസ്ട്രേഷൻ അതോറിറ്റിയിൽ ഒന്നില്ലെങ്കിൽ ഹോസ്പിറ്റലിൽ നേരിട്ടോ അല്ലെങ്കിൽ ഫാമിലി മെമ്പേഴ്സ് മുഖേനയോ റിപ്പോർട്ട് ചെയ്തതായിട്ട് വരും. നെക്സ്റ്റ് കോർട്ട് ഓർഡർ ആണ്. The court order, the hospital also must
also must provide information in response to court order. കോർട്ട് എന്തെങ്കിലും ഓർഡർ കൊടുത്തിട്ടുണ്ട് പേഷ്യന്റിനെ കുറിച്ചിട്ട് ഇൻഫർമേഷൻ വേണമെന്ന് ഒരു ഓർഡർ കോർട്ട് ഹോസ്പിറ്റലിൽ കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനത്തെ സാഹചര്യത്തിൽ നമ്മൾ ആ ഇൻഫർമേഷൻ കോർട്ടിൽ എന്ത് ചെയ്യാറുണ്ട്, സബ്മിറ്റ് ചെയ്യാറുണ്ട്. നമ്മൾ ഇന്ന് നോക്കിയത് റിലീസ് ഓഫ് ഇൻഫർമേഷൻ ആണ്. നമ്മളെ പേഷ്യൻസിന്റെ ഇൻഫർമേഷൻസ് നല്ല കോൺഫിഡൻറ്റോടെ നമ്മൾ എന്ത് ചെയ്യണം, മെയിൻറ്റെയിൻ സീക്രട്ട് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യണം. നമ്മുടെ പ്രൈവസി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ഇൻഫർമേഷൻസ് ഇത്ര സീക്രട്ട് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. മെഡിക്കൽ റെക്കോർഡ് ആവട്ടെ, ഹെൽത്ത് ഇൻഫർമേഷൻ ആവട്ടെ, ഓറൽ ആവട്ടെ, റിട്ടേൺ ആവട്ടെ, എന്തും ആവട്ടെ, നമ്മുടെ പേഷ്യൻസിനെ കുറിച്ചുള്ള ഒരു ഡാറ്റാസ് മറ്റൊരു വ്യക്തിയായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പാടില്ല. ഇനിയിപ്പോ കമ്പ്യൂട്ടർ ബേസ്ഡ് ഡാറ്റ ആവട്ടെ, മെഡിക്കൽ റെക്കോർഡ്സ് ആവട്ടെ, ഡിസീസിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ആവട്ടെ, ഓപ്പറേഷനെ കുറിച്ചിട്ടാവട്ടെ, ഇനി ട്രീറ്റ്മെന്റിന്റെ ഭാഗമായിട്ട് എന്തെങ്കിലും ഫോട്ടോഗ്രാഫ്സോ മൈക്രോഫിലിപ്സോ വീഡിയോ ടൈപ്പോ ഓഡിയോ ടൈപ്പോ എടുത്തിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന എല്ലാ ഡിവൈസസും നമ്മൾ അല്ലെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന എല്ലാ മെറ്റീരിയൽസും നമ്മൾ നല്ല സീക്രട്ട് ആയിട്ട് മെഡിക്കൽ റെക്കോർഡ് ഡിപ്പാർട്ട്മെന്റിൽ എന്ത് ചെയ്യണം, സൂക്ഷിച്ചു വെക്കണം. ഇത് മറ്റൊരാൾക്കും എന്തില്ല, ഇത് ചെയ്യാനായിട്ട് യൂസ് ചെയ്യാനുള്ള അധികാരമില്ല. ആകെ ഓതറൈസ്ഡ് ആയിട്ടുള്ള പേഴ്സൺസിന് കുറച്ച് ഫ്യൂ മെമ്പേഴ്സ് മാത്രമേ ഇത് എന്ത് ചെയ്യാനുള്ളൂ, ഹാൻഡിൽ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അത് ആരൊക്കെയാണെന്ന് നമ്മൾ നോക്കി പേഷ്യൻസിനെ ട്രീറ്റ് ചെയ്യുന്ന ഫിസിഷ്യൻ, അതേപോലെ നേഴ്സ്, പാരാമെഡിക്കൽ പേഴ്സണൽസ്, അതേപോലെ സ്റ്റാഫ്സ് ഓഫ് മെഡിക്കൽ റെക്കോർഡ് ഡിപ്പാർട്ട്മെന്റ് സ്റ്റാഫ്സ്, ഇത്രയും പേർക്ക് മാത്രമേ ഈ ഇൻഫർമേഷൻസ് എന്ത് ചെയ്യാനുള്ള അധികാരമുള്ളൂ, ഹാൻഡിൽ ചെയ്യാനുള്ള അധികാരമുള്ളൂ. ഞാൻ പറഞ്ഞത് കണ്ടീഷൻസ് ആണ്. ഏതൊക്കെ സാഹചര്യത്തിലാണ് നമ്മൾ ഈ ഇൻഫർമേഷൻസ് ഒക്കെ റിലീസ് ചെയ്യാൻ നോക്കി. ഇഞ്ചുറീസ് പറഞ്ഞു, പോയിസണിങ് പറഞ്ഞു, അബോർഷൻ കേസ്, സൂയിസൈഡ്, ഹോമിസൈഡ്, ആക്സിഡന്റ് കേസുകൾ പറഞ്ഞു, പിന്നെ ട്രാൻസ്മിറ്റബിൾ ഡിസീസിന്റെ കേസ് പറഞ്ഞു, അതേപോലെ ഡെത്ത്, ബർത്ത്, ഫേറ്റൽ ഡെത്തിന്റെ കേസ് പറഞ്ഞു. ലാസ്റ്റ് പറഞ്ഞത് കോർട്ട് ഓർഡർ ആണ്. കോർട്ടിന്റെ എടുക്കുന്ന ഒരു ഓർഡർ കിട്ടാണ് ഇതിന്റെ ഇൻഫർമേഷൻ വേണം പറഞ്ഞു, മെഡിക്കൽ പേഷ്യന്റിനെ കുറിച്ചുള്ള മെഡിക്കൽ ഇൻഫർമേഷൻ വേണമെന്ന് പറഞ്ഞൊരു ഓർഡർ വരാണെങ്കിൽ നമ്മളത് എന്ത് ചെയ്യേണ്ട ഒരു കോർട്ടിൽ സബ്മിറ്റ് ചെയ്തേണ്ടി വരും. സോ ഒന്ന് വായിച്ചു നോക്കിയാൽ എല്ലാവരും റിലീസ് ഓഫ് ഇൻഫർമേഷൻ. ഓക്കെ, വായിച്ചു നോക്കിയാം. ഡൗട്ട് എന്തെങ്കിലും ഉണ്ടോ? ക്ലിയർ ആണോ? നെക്സ്റ്റ് ആണ് നമ്മൾ എടുക്കാൻ പോകുന്നത് കണ്ടന്റ്സ് ഓഫ് മെഡിക്കൽ റെക്കോർഡ്സ്. എന്തൊക്കെയാണ് മെഡിക്കൽ റെക്കോർഡിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന കണ്ടന്റ്സ് എന്നാണ് നോക്കുന്നത്. അപ്പോ ഡാറ്റാസ് റിലേറ്റിംഗ് വിത്ത് അഡ്മിഷൻ ആയിട്ട് റിലേറ്റ് ചെയ്യുന്ന ഡാറ്റാസ് നമ്മൾ മെഡിക്കൽ റെക്കോർഡിൽ എന്ത് ചെയ്യാറുണ്ട്, ഇൻക്ലൂഡ് ചെയ്യാറുണ്ട്. അഡ്മിഷൻ ചാർജ് റെക്കോർഡ്, അഡ്മിനിസ്ട്രേഷൻ സ്റ്റേറ്റ്മെന്റ്, നമ്മൾ ആരൊക്കെയാണ് ആ പേഷ്യന്റ് അറ്റൻഡ് ചെയ്തിരിക്കുന്നത് എന്നുള്ള സ്റ്റേറ്റ്മെന്റ്സ്, കണ്ടീഷൻ ഓഫ് അഡ്മിഷൻ, നമ്മൾ ഹോസ്പിറ്റലിലേക്ക് അഡ്മിറ്റ് ചെയ്യുമ്പോൾ administration. Okay, data relating with the administration of the care. Okay, data relating with administration. അത് അഡ്മിഷൻ ചാർജ് റെക്കോർഡ് വരാറുള്ളതിൽ അറ്റൻഡേഷൻ സ്റ്റേറ്റ്മെന്റ്, കണ്ടീഷൻ ഓഫ് അഡ്മിഷൻ, അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് നമ്മളുടെ പേഷ്യന്റ് കണ്ടീഷൻ എങ്ങനെയായിരുന്നു. ഇനി കണ്ടന്റ് അല്ല, CONTENT എന്നാണ് അവിടെ എഴുതുന്നത്. കൺസെന്റ് എന്നാക്കിക്കോട്ടോ, കൺസെന്റ് എന്നാക്കി. അത് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്. കൺസിഡർ എന്നാക്കാട്ടോ. അപ്പോ
കൺസെന്റ് ഓഫ് ഫോർ റിലീസ് ഫോർ ഇൻഫർമേഷൻ. നമ്മുടെ പേഷ്യന്റിന്റെ ഇൻഫർമേഷൻസ് എന്തെങ്കിലും റിലീസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പേഷ്യന്റിന്റെ കയ്യിൽ നിന്ന് നമ്മൾ കൺസെന്റ് സൈൻ ചെയ്ത് വാങ്ങിക്കേണ്ടതായിട്ട് വരും. ഇനി സ്പെഷ്യൽ കൺസെന്റ് എപ്പോഴാണ് വേണ്ടിവരാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും നമ്മള് എന്താ പറയുക കുറച്ച് എന്തെങ്കിലും സർജറിയോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ പേഷ്യന്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഇൻഫർമേഷൻ മറ്റൊരാളായിട്ട് ഷെയർ ചെയ്യുമ്പോൾ പേഷ്യന്റിന്റെ അടുത്ത് നിന്ന് നമ്മൾ എന്ത് വാങ്ങിക്കേണ്ടതായിട്ട് വരും? സ്പെഷ്യൽ കൺസെന്റ് വാങ്ങിച്ചാൽ മാത്രമേ ഇൻഫർമേഷൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, പാസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ നമ്മൾ ആദ്യം പറയുന്നത് റെക്കോർഡ് റിലേറ്റഡ് വിത്ത് അഡ്മിഷൻ ആൻഡ് ഡിസ്ചാർജ്. അഡ്മിഷനും ഡിസ്ചാർജും ആയിട്ട് റിലേറ്റ് ചെയ്യുന്ന റെക്കോർഡുകളാണ് എനിക്ക് പറയാൻ പോകുന്നത്. ബേസിക് ഇൻഫർമേഷൻ ആൻഡ് ഫിനാൻഷ്യൽ ഡാറ്റാസ്. നമ്മൾ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഇൻഫർമേഷൻ ഐഡന്റിഫിക്കേഷൻ, അതേപോലെ തന്നെ ഫിനാൻഷ്യൽ ഡാറ്റാസും. നമ്മൾ ഫിനാൻഷ്യൽ ആയിട്ടുള്ള എന്തെങ്കിലും ഡാറ്റാസ് ഉണ്ടെങ്കിൽ അത് അഡ്മിഷൻ ആൻഡ് ഡിസ്ചാർജ് റെക്കോർഡിൽ ഇൻക്ലൂഡ് ചെയ്യാറുണ്ട്. എത്രയായി അഡ്മിഷൻ ടൈമിലായിരിക്കും, ഫിനാൻഷ്യൽ മണിയായിട്ടിരിക്കുന്ന കാര്യങ്ങള്, ബേസിക് ഐഡന്റിഫിക്കേഷൻസ് ഒക്കെ അതിൽ റെക്കോർഡ് ചെയ്ത് വെക്കാറുണ്ട്. ഡാറ്റാസ് ആണ് കളക്ട് അറ്റ് ദ ടൈം ഓഫ് അഡ്മിഷൻ. നമ്മൾ അഡ്മിഷന്റെ സമയത്ത് പേഷ്യന്റിന്റെ കയ്യിൽ നിന്ന് ഒരുപാട് ഡാറ്റാസ് കളക്ട് ചെയ്തിട്ടുണ്ടാവും. ഇൻഫർമേഷൻ നമ്മൾ സാധാരണയായിട്ട് പേഷ്യന്റ് ഹോസ്പിറ്റൽ അഡ്മിറ്റ് ആവുമ്പോൾ നമ്മള് എന്താ പറയാ ഡീറ്റെയിൽസ്, അഡ്രസ്, അതേപോലെ തന്നെ നെയിം ആൻഡ് അഡ്രസ്, പ്ലേസ്, അതേപോലെ ബ്ലഡ് ഗ്രൂപ്പ്, ഒരുപാട് ഡീറ്റെയിൽസ്, ഏജ്, സെക്സ് ഗ്രൂപ്പ്, ഒക്കെ എന്ത് ചെയ്യാറുണ്ട് നമ്മള് അഡ്മിഷനിൽ കളക്ട് ചെയ്ത് വെക്കാറുണ്ട്. അപ്പൊ ഡാറ്റ കളക്ട് അറ്റ് ടൈം ഓഫ് അഡ്മിഷൻ ആണെങ്കിൽ ആ സമയത്ത് നമ്മൾ കളക്ട് ചെയ്തിട്ടുള്ള ഡാറ്റ. ഇനി കണ്ടെയ്ൻസ് ഐഡന്റിഫിക്കേഷൻ ഷീറ്റ്, അഡ്മിഷൻ ആൻഡ് ഡിസ്ചാർജ് റെക്കോർഡ്, സമ്മറി ഷീറ്റ്, ഫേസ് ഷീറ്റ്. അപ്പൊ ഇത്രയും ഷീറ്റുകൾ നമ്മൾ എന്തിൽ ഇൻക്ലൂഡ് ചെയ്യാറുണ്ട്? ഓക്കെ, ഇത്രയും ഷീറ്റുകൾ നമ്മൾ എന്തിൽ ഇൻക്ലൂഡ് ചെയ്ത് ഡിസ്ചാർജ് റെക്കോർഡ് ഇൻക്ലൂഡ് ചെയ്യാറുണ്ട്. നമ്മളിപ്പോ ഐഡന്റിഫിക്കേഷൻ ഉണ്ടാവും, എന്താണ് പേഷ്യന്റിന് അസുഖം എന്നുള്ള ഐഡന്റിഫിക്കേഷൻ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ അതിൽ ഇൻക്ലൂഡ് ചെയ്ത് വെക്കാറുണ്ട്. അഡ്മിഷൻ ആൻഡ് ഡിസ്ചാർജ് ടൈമിലുള്ള റെക്കോർഡുകൾ നമ്മൾ അത് വെക്കാറുണ്ട്. സമ്മറി ഷീറ്റ്, പേഷ്യന്റിന് ഇതിന് അസുഖമായിരുന്ന ട്രീറ്റ്മെന്റ് എന്നുള്ള സമ്മറി രൂപത്തിൽ അതൊരു ഷീറ്റ് എഴുതി സൂക്ഷിക്കാറുണ്ട്. ഫേസ് ഷീറ്റ് എന്താ ബേസിക് സ്പ്രെഡ് ഷീറ്റ് ആണ് ഉദ്ദേശിക്കുന്നത്, ഡീറ്റെയിൽസ് പറയാറുണ്ട്. ഇനി കണ്ടീഷൻസ് ഓഫ് അഡ്മിഷൻസ്, എന്തൊക്കെ കണ്ടീഷനിലാണ് അഡ്മിഷൻ എടുക്കാറ് പേഷ്യൻസ് എന്നുള്ളത് ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ ഈ റെക്കോർഡ് രേഖപ്പെടുത്തിയിരിക്കണം. കണ്ടീഷൻസ്, ബാക്ക് ഓഫ് ദ അഡ്മിഷൻ ആൻഡ് ഡിസ്ചാർജ് ഷീറ്റ്. നമ്മളിപ്പോ ഒരു പേഷ്യന്റ് അഡ്മിറ്റ് ചെയ്ത് ഒരു ഡിസ്ചാർജ് ആയി, നമ്മൾ ഈ ഇൻഫർമേഷൻസ് നമുക്കൊരു മറ്റൊരു വ്യക്തിയിൽ പാസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആദ്യം സമ്മതം വേണം, നമ്മുടെ പേഷ്യന്റിന്റെ കൺസെന്റ് വേണം. പേഷ്യന്റ് ആ റെക്കോർഡ് നമ്മുടെ അഡ്മിഷൻ ആൻഡ് ഡിസ്ചാർജ് സമ്മറിയുടെ പുറകു വശത്ത് ബാക്ക് പേജിൽ സൈൻ ചെയ്താൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഇൻഫർമേഷൻസ് മറ്റൊരു വ്യക്തിയായിട്ട് പാസ് ചെയ്യാനുള്ള അധികാരം ആർക്കുള്ളൂ, ഹോസ്പിറ്റൽസിനുള്ളൂ. അപ്പൊ കണ്ടീഷൻസ് ഓഫ് അഡ്മിഷൻ നോക്കാം. The back of the admission and or discharge sheet is often used for conditions of admission. Admission സമയത്തുള്ള എന്തെങ്കിലും കണ്ടീഷൻസോ അതൊക്കെ എഴുതി സൂക്ഷിക്കാൻ വേണ്ടി കൺസെന്റ് എഴുതാനായിട്ട്, അഡ്മിഷൻ കൺസെന്റ് എഴുതാൻ വേണ്ടിയിട്ട് നമ്മൾ അഡ്മിഷൻ ആൻഡ് ഡിസ്ചാർജ് ഷീറ്റിന്റെ ബാക്ക് യൂസ് ചെയ്യാറുണ്ട്. It shows the patient agree or receive routine care. കാണിക്കുന്ന വെച്ചാൽ നമ്മൾ routine care എങ്ങനെ ചെയ്യുന്നവരോ റിസർച്ച് ചെയ്യുന്ന പേഷ്യൻസിന്റെയൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കാറ്. The hospital cannot guarantee the outcomes. ഇതിന്റെ ഔട്ട്കം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഹോസ്പിറ്റൽസിന് ഗ്യാരണ്ടി ചെയ്യാൻ പറ്റൂല. ആരുടെ ഉത്തരവാദിത്തമാണ് പേഷ്യൻസിന്റെ കൺസെന്റിന്റെ പർപ്പസ് ഒക്കെ കൊടുക്കുക, അല്ലെങ്കിൽ പർപ്പസിനെ കുറിച്ചിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് അവർ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാന്നുള്ളത് അഡ്മിഷൻ ക്ലർക്കിന്റെ ഡ്യൂട്ടിയാണ്. It is the duty of the admission clerk to describe to the patient consent for this form and its purpose. നമ്മൾ ഈ ഫോം ഫില്ല് ചെയ്യുന്നതും ഇതിന്റെ പർപ്പസ് എന്താണെന്നൊക്കെ നമ്മൾ പേഷ്യന്റിനോട് അഡ്മിഷൻ ക്ലർക്ക് ഡിസ്ക്രൈബ് ചെയ്ത് കൊടുക്കേണ്ടതാണ്. കണ്ടീഷൻ ഓഫ് അഡ്മിഷൻ കിട്ടി. ഈ കൺസെന്റ് ആണ് നമ്മൾ ഞാൻ പറഞ്ഞു, ഈ ഇൻഫർമേഷൻസ് നമുക്ക് ഇൻഫർമേഷൻ റിലീസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആരുടെ പെർമിഷൻ വേണം, പേഷ്യന്റിന്റെ പൂർണ്ണ സമ്മതം വേണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ സാധാരണ എന്താ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അഡ്മിഷൻ ആൻഡ് ഡിസ്ചാർജ് ഫോമിന്റെ ബാക്കിലായിട്ട് അവരെ കൊണ്ട് പേഷ്യന്റിനെ കൊണ്ട് സൈൻ ചെയ്ത് വാങ്ങിക്കാറാണ് പതിവ്. ഇറ്റ് പെർമിറ്റ് ദ ഹോസ്പിറ്റൽസ് ടു സെൻഡ് a specifically named organization copy of the patient medical record. നമ്മുടെ ഹോസ്പിറ്റലില് മെഡിക്കൽ റെക്കോർഡിന്റെ ഒരു കോപ്പി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നേരത്തെ പറഞ്ഞ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് സൂസൈഡ്, ഹോംസൈഡ് അങ്ങനെ പറഞ്ഞില്ലേ, കോർട്ടോഡിന്റെ കേസിൽ നമുക്ക് സെൻഡ് ചെയ്യാനുള്ള ഓപ്ഷൻ പെർമിറ്റ് ചെയ്യുന്നുണ്ട്. അതിനു വേണ്ടി നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, it is on the back of the admission or discharge form. The patient signature on this
form permit the hospital to release medical information complied during the current episode of care. നമ്മൾ അഡ്മിഷന്റെ സമയത്ത് അഡ്മിഷൻ റെക്കോർഡ് അല്ലെങ്കിൽ ഫോമിന്റെയോ ഡിസ്ചാർജ് ഫോമിന്റെയോ ബാക്കിലായിട്ട് പേഷ്യന്റിനെ കൊണ്ട് സൈൻ ചെയ്യിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഇൻഫർമേഷൻസ് ഈ ആവശ്യത്തെ ട്രീറ്റ്മെന്റിന്റെ ഇൻഫർമേഷൻസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, റിലീസ് ചെയ്യാനുള്ള അധികാരമുണ്ട് എന്നാണ് അർത്ഥം. നമ്മൾ ആ റെക്കോർഡിന്റെ ബാക്കിൽ നമ്മൾ സൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി സ്പെഷ്യൽ കൺസെന്റ് വേണ്ടവരും ചില കേസുകളിൽ നമ്മൾ ഹോസ്പിറ്റലിൽ ഇങ്ങനെ അഡ്മിഷൻ ആൻഡ് ഡിസ്ചാർജ് ഫോമിന്റെ ബാക്കിൽ സൈൻ ചെയ്താൽ മാത്രം പോരാ, അവരുടെ കയ്യിൽ നിന്ന് റിട്ടേൺ ആയിട്ടുള്ള പ്രൂഫ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഈ ഇൻഫർമേഷൻസ് മറ്റൊരു വ്യക്തിക്ക് പാസ് ചെയ്യാൻ പറ്റുള്ളൂ. അത് ഏതൊക്കെ കണ്ടീഷനാണെന്ന് നോക്കാം. നീഡ് ഫോർ സ്പെഷ്യൽ കൺസെന്റ്, നീഡ് ഫോർ എനി നോൺ റൂട്ടീൻ ഡയഗ്നോസിസ് തെറാപ്റ്റിക് പ്രൊസീജിയേഴ്സ് ഡൺ ഓൺ ദ പേഷ്യന്റ്. സാധാരണയായിട്ട് കണ്ടുവരാത്ത എന്തെങ്കിലും തെറാപ്റ്റിക് ആയിട്ടുള്ള ഡയഗ്നോസിസ്, ഇപ്പൊ ബയോപ്സിയുടെ റിസൾട്ട് ഒക്കെ കൊടുക്കണമെന്നുണ്ടെങ്കിൽ പേഷ്യന്റിന്റെ കയ്യിൽ നിന്ന് റിട്ടേൺ പ്രൂഫ് കിട്ടിയാൽ മാത്രം, പേഷ്യന്റിന്റെ എഗ്രിമെന്റോട് എഗ്രി ചെയ്ത് റിട്ടേൺ പ്രൂഫ് കിട്ടിയാൽ മാത്രമേ നമുക്കത് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, മറ്റൊരു വ്യക്തിക്ക് ട്രാൻസ്ഫർ ചെയ്യാനുള്ള അധികാരമുള്ളൂ. This claim return proves that the patient agreed to procedure record in one of the form. ആ പറഞ്ഞിരിക്കുന്ന പ്രിപ്പയർ ചെയ്യുന്ന ഫോമില് നമ്മൾ കയ്യിൽ എഴുതി റിട്ടേൺ ആയിട്ട് എഴുതി കൊടുക്കാൻ വേണ്ടി ഇത് സമ്മതമാണ്, എന്റെ ഈ ട്രീറ്റ്മെന്റിനെ കുറിച്ചിട്ടുള്ള ഇൻഫർമേഷൻസ് മറ്റൊരു വ്യക്തിയുമായിട്ട് ഷെയർ ചെയ്യാൻ എനിക്ക് പോകുന്ന സമ്മതമാണ് എന്ന് എഴുതി കൊടുത്താൽ മാത്രമേ ഹോസ്പിറ്റൽസിന് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഈ ഇൻഫർമേഷൻസ് മറ്റൊരു വ്യക്തിയായിട്ട് ഷെയർ ചെയ്യാൻ പറ്റുള്ളൂ. In condition of participation required that the medical staff by the laws and rules and regulations state that ഇനി ചില കേസുകളിൽ നമ്മൾ പറയുന്നുണ്ട് പേഷ്യൻസിന് നിർബന്ധമായിട്ട് ലോ തന്നെ പറയുന്നുണ്ട് ഇങ്ങനെ കേസുകളിൽ നമുക്ക് പേഷ്യന്റ് സമ്മതം ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ, ഇൻഫർമേഷൻസ് ട്രാൻസ്ഫർ ചെയ്യാൻ റിലീസ് ചെയ്യാൻ പറ്റുള്ളൂ. അത് ഏതൊക്കെ കേസാന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സർജിക്കൽ ഓപ്പറേഷൻസ്, എന്തെങ്കിലും ഓപ്പറേഷൻസോ സർജറിയോ ചെയ്തിട്ടുണ്ടെങ്കിൽ may be executed only on the consent of the patient or legal representative. അങ്ങനെ എന്തെങ്കിലും സർജറിനെ കുറിച്ചിട്ടോ ഓപ്പറേഷനെ കുറിച്ചിട്ടുള്ള ഡാറ്റാസോ ഇൻഫർമേഷൻസ് ആണെങ്കിൽ അത് എപ്പോൾ മാത്രമേ നമുക്ക് ഇത് ചെയ്യാൻ പറ്റുള്ളൂ, എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ, ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുള്ളൂ, ആ പേഷ്യന്റിന്റെയോ പേഷ്യന്റിന്റെ ലീഗൽ റെപ്രസെന്റേറ്റീവിന്റെയോ സമ്മതം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഈ ഇൻഫർമേഷൻസ് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുള്ളൂ. എക്സെപ്റ്റ് ഇൻ എമർജൻസി കേസസ്, എമർജൻസി കേസിലാണെങ്കിൽ നമ്മൾ അത് നിൽക്കില്ല, നമ്മൾ ബാക്കി എല്ലാ കേസിലും സർജറിനെ കുറിച്ചിട്ടും ഓപ്പറേഷനെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽസ് അവരുടെ പേഷ്യന്റിന്റെയോ പേഷ്യന്റ് ലീഗൽ റെപ്രസെന്റേറ്റീവ്സിന്റെയോ ഇതുണ്ടെങ്കിൽ മാത്രമേ, പെർമിഷൻ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ട്രാൻസ്ഫർ ചെയ്യാറുള്ളൂ. ഒന്ന് വായിച്ചു നോക്കിയേ. കണ്ടന്റ്സ് ഓഫ് മെഡിക്കൽ റെക്കോർഡാണ് പറഞ്ഞത്. വായിച്ചു നോക്കിയോ? കണ്ടീഷൻ ഓഫ് അഡ്മിഷൻ, നമ്മൾ അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് കുറച്ച് കണ്ടീഷൻസ് പറയുന്നുണ്ട്, അല്ലെങ്കിൽ കൺസെന്റ് പറയുന്നുണ്ട്. കണ്ടീഷൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാത്രമേ, കൺസെന്റ് തന്നിട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഈ ഇൻഫർമേഷൻസ് റിലീസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ നമ്മൾ ഈ അഡ്മിഷന്റെയും ഡിസ്ചാർജ് ഷീറ്റിന്റെയും ബാക്കിലായിട്ട് പേഷ്യന്റിനെ കൊണ്ട് നമ്മൾ സൈൻ ചെയ്ത് വാങ്ങിക്കാറുണ്ട്. അത് എന്തിനു വേണ്ടിയിട്ടാണെന്നുള്ള കാര്യം നമ്മൾ അഡ്മിഷൻ ക്ലർക്ക് ആരോട് പറഞ്ഞിരിക്കണം, പേഷ്യന്റിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരിക്കണം. ഇത് എന്തിനു വേണ്ടിയിട്ടാണ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഈ ഇൻഫർമേഷൻസ് ലീഗൽ അതോറിറ്റിക്കോ കോർട്ടിനോ അല്ലെങ്കിൽ പോലീസിനോ 1 minute ആണ്. ഓക്കെ, ഈ പോലീസിനോ ആർക്കെങ്കിലുമോ ഈ ഇൻഫർമേഷൻസ് ഷെയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ കൺസെന്റ് തന്നവർക്ക് മാത്രമേ ഇൻഫർമേഷൻസ് ഷെയർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ആ ഒരു കൺസെന്റ് അവരിൽ നിന്ന് എന്ത് ചെയ്യണം,
ഡിറ്റെയിൻ ചെയ്തിരിക്കണം. ഓക്കെ, ഈ കണ്ടീഷൻ ഓഫ് അഡ്മിഷന്റെ ഡീറ്റെയിൽസ് നമുക്ക് ഈ കൺസെന്റ് ഓഫ് റിലീസ് ഓഫ് ഇൻഫർമേഷനും കൂടി കമ്പയർ ചെയ്യുമ്പോഴാണ് ആ കറക്റ്റ് പറയാൻ പറ്റുള്ളൂ. ഇവിടെ the back of the admission sheet is often used for condition of admission മാത്രമേ പറയുന്നുള്ളൂ. അത് ഇതിന് വേണ്ടിയിട്ടാണ് എന്നുള്ളത് പറയുന്നത് കൺസെന്റിലാണ് പറയുന്നത്. ഈ പേഴ്സന്റെ സിഗ്നേച്ചർ ഉണ്ടെങ്കിൽ മാത്രമേ ഇൻഫർമേഷൻ സെറ്റ് ചെയ്യാനുള്ള അധികാരമുള്ളൂ, റിലീസ് ചെയ്യാനായിട്ടുള്ള അധികാരമുള്ളൂ എന്ന് പറയുന്നുണ്ട് കേട്ടോ. ഒരു ഇതും എല്ലാവരും ഒരു ഓർഡറിൽ അങ്ങനെ വായിക്കുകയാണെങ്കിൽ നമുക്കത് കിട്ടും കേട്ടോ. ടോപ്പ് മുതൽ ഇപ്പൊ ഡാറ്റ റെക്കോർഡ് കണ്ടീഷൻ മുതൽ സ്പെഷ്യൽ കൺസെന്റ് വരെയും ഒരുമിച്ചാണ് വായിക്കുകയാണെങ്കിൽ നമുക്ക് ആ ഒരു ഫ്ലോ കിട്ടും. എങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്കത് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, കൺസെന്റ് ഉണ്ടെങ്കിൽ മാത്രമേ ആ ഇൻഫർമേഷൻസ് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളതായിരിക്കും. വായിച്ചെല്ലാവരും ഓക്കെ ഓക്കെ, ഫുൾ പോയിന്റ് ഒന്ന് പറയണം അല്ലെ. Okay, point by point പറയാം. The back of the admission or discharge sheet is often used for condition of admission. നമ്മൾ അഡ്മിഷന്റെ കണ്ടീഷന് വേണ്ടിയിട്ട് എന്തെങ്കിലും കൺസെന്റ് ഒക്കെ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അഡ്മിഷൻ ഷീറ്റിന്റെ ബാക്ക് യൂസ് ചെയ്യാറ്. നിങ്ങൾ കണ്ടീഷൻസ് ഒക്കെ ചെയ്താൽ it shows the patient agree to receive routine care. ഇതിൽ നിന്ന് നമുക്ക് എന്താ മനസ്സിലാവുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പേഷ്യൻസിന് routine care റിസീവ് ചെയ്യാനായിട്ട് താല്പര്യമുണ്ട്, അല്ലെങ്കിൽ ആ റിസീവ് ചെയ്യുന്ന പേഷ്യൻസിനാണ് നമ്മൾ ഈ ഒരു അഡ്മിഷൻ ഷീറ്റിൽ ബാക്കിലായിട്ട് നമ്മളത് സൈൻ ചെയ്ത് വാങ്ങിക്കുന്നത്. The hospital cannot guarantee the outcome. നമുക്ക് ഇതിന്റെ ഔട്ട്കം ഇങ്ങനെ കണ്ടീഷൻ തന്നത് കൊണ്ട് എന്തായിരിക്കും വരാൻ പോകുന്ന ഔട്ട്കം റിസൾട്ട് എന്തായിരിക്കും നമുക്ക് ഗ്യാരണ്ടി ചെയ്യാനായിട്ട് പറ്റില്ല. അതേപോലെ തന്നെ അഡ്മിഷൻ ക്ലർക്കിന്റെ ഉത്തരവാദിത്തമാണ് പേഷ്യന്റിന്റെ കയ്യിൽ നിന്ന് ഇങ്ങനെ ഒരു കൺസെന്റ് വാങ്ങിക്കുമ്പോൾ ഇതിന്റെ പർപ്പസ് എന്താണ്, എന്തുകൊണ്ടാണ് ഈ ഫോമിൽ ഇത് വാങ്ങിക്കുന്നത് എന്നുള്ളത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ട ഡ്യൂട്ടി, അല്ലെങ്കിൽ അത് ഡിസ്ക്രൈബ് ചെയ്ത് കൊടുക്കേണ്ട ഡ്യൂട്ടി ആർക്കാണ്, അഡ്മിഷൻ ക്ലർക്കിനാണ്. എല്ലാവരും വായിച്ചു നോക്കിയേ. എല്ലാവരും വായിക്കട്ടോ. ഇത്തിരി അങ്ങോട്ട് ഇങ്ങനെ പോയിന്റിന് ചെറിയൊരു കണ്ടിന്യൂഷനിലാണ്. ആ ഒരു ഫ്ലോ പോലെ നമുക്ക് വായിക്കുകയാണെങ്കിൽ കുറച്ചും കൂടി കറക്റ്റ് ആയിട്ട് നമുക്കത് കിട്ടും. അല്ലെങ്കിൽ ഇത്തിരി പണിയാണ്. നമ്മൾ ആ ഒരു ഫ്ലോ പോലെ തന്നെ ആ ഒരു ഓർഡറിൽ തന്നെ വായിച്ച് പോവാണെങ്കിൽ നമുക്കത് എളുപ്പമായിട്ട് മനസ്സിലാവും കേട്ടോ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അതൊന്ന് ചോദിക്കുക. ചില കേസുകളിൽ നമ്മള് കൺസെന്റ് പുറകില് സൈൻ ചെയ്ത് വാങ്ങിച്ചാൽ മതി. സാധാരണ ഇൻഫർമേഷൻസ് ഒക്കെ ഷെയർ ചെയ്യുമ്പോൾ കുറച്ചും കൂടി സ്പെഷ്യൽ കൺസെന്റ് വാങ്ങിക്കേണ്ട സിറ്റുവേഷൻ പറഞ്ഞതാണ്. നോൺ റൂട്ടീൻ ഡയഗ്നോസ്റ്റിക് തെറാപ്പി ഒക്കെ ആണെങ്കിലും വല്ല ക്യാൻസർ ഒക്കെ ടെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിലോ അല്ലെങ്കിൽ ബയോപ്സി ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങനത്തെ ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ട് നമ്മൾ സ്പെഷ്യൽ കൺസെന്റ് സൈൻ ചെയ്ത് വാങ്ങിക്കണം. അതൊരു റിട്ടേൺ പ്രൂഫ് ആണ്. പേഷ്യന്റിന്റെ കയ്യിൽ പൂർണ്ണമായി പേഷ്യന്റ് എഗ്രി ചെയ്തിരിക്കുന്ന ആ ഒരു ഫോമില് സൈൻ കാര്യങ്ങളൊക്കെ ഫിൽ ചെയ്ത് സൈൻ ചെയ്താൽ മാത്രമേ നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റുള്ളൂ. ഈ സർജറിയോ ഓപ്പറേഷന്റെ ഒക്കെ ഭാഗമായിട്ട് പേഷ്യന്റിന്റെ ട്രീറ്റ്മെന്റ് എടുത്ത ഇൻഫർമേഷൻ ആണ് നമ്മള് ഷെയർ ചെയ്തിട്ടുണ്ടെങ്കിൽ പേഷ്യന്റിന്റെ പൂർണ്ണ സമ്മതം ഉണ്ടാവണം. പേഷ്യന്റിന്റെ കൺസെന്റോ അല്ലെങ്കിൽ അവരുടെ ലീഗൽ റെപ്രസെന്റേറ്റീവിന്റെ കൺസെന്റ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ആ ഇൻഫർമേഷൻസ് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഷെയർ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, അത്രയുമാണ് അവിടെ പറയുന്നത്. ഇമ്പോർട്ടന്റ് ആണോ ചോദിച്ചിട്ടുണ്ടെങ്കിൽ റിലീസ് ഓഫ് ഇൻഫർമേഷൻസ് അത് അത്രയും വരെയും വളരെ ഇമ്പോർട്ടന്റ് ആണ്. കഴിഞ്ഞിട്ടുള്ളത് നിങ്ങളൊന്ന് വായിച്ചു നോക്കിയാൽ മതി, ഇതൊന്ന് മനസ്സിലാക്കിയിരിക്കാനും. പിന്നെ കൺസെന്റും സ്പെഷ്യൽ കൺസെന്റും ഇത്തിരി ഇമ്പോർട്ടന്റ് ആണ്, അതൊന്ന് ശ്രദ്ധിക്കുക. ഓക്കെ, പിന്നെ ഇനി പറയാൻ പോകുന്നത് എന്താണ്, ക്ലിനിക്കൽ ഡാറ്റയെ കുറിച്ചിട്ടാണ്. കുറച്ച് നമ്മൾ മെഡിക്കൽ റെക്കോർഡും കുറെ നേരമായിട്ട് പറയാൻ പോവാം.
ഇനി ഏതൊക്കെയാണ് മെഡിക്കൽ റെക്കോർഡ് എന്ന് നോക്കണ്ടേ, എന്തൊക്കെയാണ് മെഡിക്കൽ റെക്കോർഡ് നമുക്ക് അറിയണ്ടേ, അതാണ് ഇനി പറയാൻ പോണേ കേട്ടോ. നമുക്കൊരു 23 മെഡിക്കൽ റെക്കോർഡ് ഉണ്ട്. ഇതിൽ 2-3 സെയിം തന്നെയാണ്, രണ്ടൊന്ന് പേര് ഉപയോഗിക്കണതുള്ളൂ. അപ്പൊ ഒരു നമ്പർ ഇട്ടതിന് കുറച്ച് മിസ്റ്റേക്ക് ഉണ്ട്, അത് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ പറയാം, നിങ്ങൾ അത് നോട്ട് ചെയ്യാം കേട്ടോ. നമുക്ക് അടുത്ത പോർഷനിലേക്ക് പോവാലോ. വേറെ ഡൗട്ട് ഒന്നും ഇല്ലല്ലോ? എന്താ മക്കളെ, നിങ്ങളൊന്ന് റെസ്പോണ്ട് ചെയ്യും. എല്ലാവരും ഒന്ന് ഉറങ്ങിയണോ? ഓക്കെ, അപ്പൊ അടുത്ത പോർഷനിലേക്ക് പോവാലോ. ഓക്കെ, ആദ്യത്തത് അഡ്മിഷൻ ആൻഡ് ഡിസ്ചാർജ് റെക്കോർഡാണ്. നമ്മൾ ഒരു പേഷ്യന്റിനെ ഹോസ്പിറ്റലിലേക്ക് അഡ്മിറ്റ് ചെയ്യുമ്പോൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ട റെക്കോർഡാണ് അഡ്മിഷൻ ആൻഡ് ഡിസ്ചാർജ് റെക്കോർഡ് എന്ന് പറയുന്നത്. ദെൻ മെഡിക്കൽ ഹിസ്റ്ററി ആണ്, ആ പേഷ്യന്റിന്റെ പാസ്റ്റ് മെഡിക്കൽ ഹിസ്റ്ററിനെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽസും, അതേപോലെ നമ്മൾ മുമ്പ് എന്തെങ്കിലും അസുഖത്തിന് ട്രീറ്റ്മെന്റ് എടുത്തിട്ടുണ്ടോ, ഹോസ്പിറ്റലൈസ് ആയിട്ടുണ്ടോ, ഏതെങ്കിലും മെഡിസിൻസിന് അലർജി ഉണ്ടോ, അങ്ങനെ ഡീറ്റെയിൽസ് ഒക്കെ ഇതിലുണ്ടാവും, മെഡിക്കൽ ഹിസ്റ്ററിയിൽ ഉണ്ടാവും. ഫിസിക്കൽ എക്സാമിനേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഡോക്ടർ നമ്മളെ ഫിസിക്കലി എക്സാമിൻ ചെയ്യുന്നത്, എല്ലാ ബോഡി പാർട്ടും എന്തെങ്കിലും എക്സാമിൻ ചെയ്ത് എന്താണ് പേഷ്യന്റിന്റെ പ്രശ്നം എന്ന് എന്തെങ്കിലും കണ്ടുപിടിക്കും. നെക്സ്റ്റ് ഫിസിഷ്യൻസ് ഓർഡർ ആണ് കേട്ടോ, ഫിസിഷ്യൻസ് മാത്രമേ ഉള്ളൂ. ഫിസിഷ്യൻ ഓർഡർ എന്നാണ് അതിനെ പറയുന്നത് കേട്ടോ. ഫിസിഷ്യൻസ് ഓർഡർ, നമ്മുടെ ഫിസിഷ്യൻ നമുക്ക് ട്രീറ്റ്മെന്റ് എടുക്കുന്നതിന്റെ ഭാഗമായിട്ട് കുറച്ച് ഓർഡേഴ്സ് സ്റ്റാഫ്, നേഴ്സിംഗ് സ്റ്റാഫിന് കൊടുക്കാറുണ്ട്. അത് ചിലപ്പോൾ ഓറൽ ആയിരിക്കും, ചിലപ്പോൾ റിട്ടേൺ ആയിരിക്കും. റിട്ടേൺ ആണെങ്കിൽ നമ്മൾ റെക്കോർഡിൽ തന്നെ എഴുതിയാണ് കൊടുക്കാറ്. ഓറൽ ആവട്ടെ റിട്ടേൺ ആവട്ടെ, ഫിസിഷ്യന്റെ ഭാഗത്ത് നിന്ന് എന്തൊരു റെക്കോർഡ് ഉണ്ടെങ്കിലും അതിന് നമ്മൾ ഫിസിഷ്യൻ ഓർഡർ എന്നാണ് പറയാറ്. പ്രോഗ്രസ് നോട്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ട്രീറ്റ്മെന്റ് ഇരിക്കെ നമ്മുടെ പ്രോഗ്രസ് എങ്ങനെയുണ്ട്, നമ്മുടെ ട്രീറ്റ്മെന്റിന്റെ പുരോഗതി എങ്ങനെയുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഡോക്ടേഴ്സ്, ഫിസിഷ്യൻസ് എഴുതി സൂക്ഷിക്കുന്ന ഒരു റെക്കോർഡാണ്. അവര് അത് ഹാൻഡിൽ ചെയ്യുന്നത് പ്രോഗ്രസ് നോട്ട് എന്ന് പറയുന്നത്. പാത്തോളജി റിപ്പോർട്ട് എന്ന് പറഞ്ഞാല് നമ്മുടെ പേഷ്യന്റ് എന്തെങ്കിലും സർജറി, ടിഷ്യൂസ് എന്തെങ്കിലുമൊക്കെ റിമൂവ് ചെയ്ത്, ടിഷ്യൂസിനെ കുറിച്ചിട്ടുള്ള പഠനത്തിന് സ്റ്റഡി ഓഫ് ടിഷ്യൂ ആണ് പാത്തോളജി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോ നമ്മളെ ബോഡിയിൽ നിന്ന്, പേഷ്യന്റിന്റെ ബോഡിയിൽ നിന്ന് എന്തെങ്കിലും ടിഷ്യൂസ് റിമൂവ് ചെയ്തത് വിചാരിക്കുക, സർജറി ഒക്കെ ചെയ്തിട്ട് എന്തെങ്കിലും ടിഷ്യൂ റിമൂവ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ കുറിച്ചുള്ള പഠനത്തിന് പാത്തോളജി റിപ്പോർട്ട് എന്ന് പറയുന്നത്. ഇപ്പൊ ബയോപ്സി ഒക്കെ ചെയ്യില്ലേ, എന്തെങ്കിലും സിസ്റ്റോ അല്ലെങ്കിൽ മുഴ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമ്മളത് റിമൂവ് ചെയ്തിട്ട് അതെന്ത് ചെയ്യും, ബയോപ്സിക്ക് അയക്കണം. അപ്പൊ അതൊരു പാത്തോളജി റിപ്പോർട്ടിന്റെ എക്സാമ്പിൾ ആണ് എന്ത്, ബയോപ്സി എന്ന് പറയുന്നത്. റേഡിയോളജി റിപ്പോർട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം എന്താണ്, എക്സ്റേ ഉണ്ട്, നമ്മൾ സ്കാൻ റിപ്പോർട്ട്, സ്റ്റഡി ഓഫ് ഡിസീസ്, നമ്മൾ എന്തൊരു രോഗം കാരണമായിട്ടുള്ള എന്തൊരു അസുഖത്തിനെ കുറിച്ചിട്ടുള്ള പഠനം, പാത്തോളജി, അതാണ് സ്റ്റഡി ഓഫ് ഡിസീസ്. ഓക്കെ ആണോ? റേഡിയോളജി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ റേഡിയോ, എക്സ്റേ അങ്ങനത്തെ കാര്യങ്ങള്, അതേപോലെ തന്നെ റേഡിയോ ആക്റ്റീവ് സ്കാൻ ചെയ്യുന്നത്, അതേപോലെ അൾട്രാസോണോഗ്രഫി ഒക്കെ ചെയ്യൂലേ, അപ്പൊ അതിന്റെയൊക്കെ റിപ്പോർട്ടാണ് റേഡിയോളജി റിപ്പോർട്ടിൽ വരുന്നത്. ഇലക്ട്രോ കാർഡിയോഗ്രാഫി, നമുക്കറിയാം ECG റിപ്പോർട്ടുകൾ, ഇപ്പൊ നമ്മൾ ഓരോ പേഷ്യൻസ് ECG എടുക്കുമ്പോൾ അതിന് റിപ്പോർട്ട് ഉണ്ട്. അപ്പൊ ECG റിപ്പോർട്ടാണ് ഇലക്ട്രോ കാർഡിയോഗ്രാഫി റിപ്പോർട്ട് പറയുന്നത്. കൺസൾട്ടേഷൻ റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ ഓരോ പേഷ്യൻസും കൺസൾട്ട് ചെയ്യുമ്പോൾ ഡോക്ടർ പ്രിപ്പയർ ചെയ്യുന്ന ഒരു റിപ്പോർട്ടാണ് കൺസൾട്ടേഷൻ റിപ്പോർട്ട് എന്ന് പറയുന്നത്. ഓപ്പറേറ്റീവ് ഡാറ്റയും ഓപ്പറേറ്റീവ് റിപ്പോർട്ടും സെയിം ആണ്. 10ാമത്തെയും 13ാമത്തെയും സെയിം ആണ്. നമ്മൾ പേഷ്യന്റിനെ ഓപ്പറേഷൻ ചെയ്ത സമയത്ത് എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്തത്, ഏത് ഭാഗമാണ്, എന്തുകൊണ്ടാണ് ഓപ്പറേഷൻ ചെയ്തത്, ഏത് ഭാഗമാണ് റിമൂവ് ചെയ്തത്, അല്ലെങ്കിൽ എന്തൊക്കെയാണ് ആ സമയത്ത് ഉള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അവിടെ എന്ത് ചെയ്തിട്ടുണ്ടാവും, ഈ ഓപ്പറേഷൻ റിപ്പോർട്ടിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടാവും. അതേപോലെ കൺസെന്റ്, നമ്മൾ ഓപ്പറേഷന് മുമ്പ് പേഷ്യന്റ് കയ്യിൽ നിന്ന് കൺസെന്റ് എനിക്ക് വാങ്ങിക്കാറുണ്ട്. പ്രീ ഓപ്പറേറ്റീവ് ഡയഗ്നോസ്, ഓപ്പറേഷൻ ചെയ്യാനുണ്ടായിരുന്ന കാരണങ്ങൾ അതിൽ ഡിനോട്ട് ചെയ്യണം. അതേപോലെ നമ്മള് കുറെ കാര്യങ്ങൾ നമ്മൾ ആ ഓപ്പറേഷന് മുമ്പ് എടുത്തിരിക്കുന്ന ടെസ്റ്റുകൾ, കാര്യങ്ങളൊക്കെ ഇതിൽ അറ്റാച്ച് ചെയ്തിരിക്കണം. ഇനി അനസ്തേഷ്യ റിപ്പോർട്ട് നിങ്ങൾക്ക് അറിയാം, അനസ്തേഷ്യനെ കുറിച്ച് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, അനസ്തേഷ്യ എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റ് പഠിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മള് പേഷ്യന്റിന് ഓപ്പറേഷന് മുമ്പ് എന്ത് കൊടുക്കാറുണ്ട്, അനസ്തേഷ്യ കൊടുക്കാറുണ്ട്. അപ്പൊ അനസ്തേഷ്യ ഏജന്റ് എന്താണ്, അനസ്തേഷ്യ കൊടുത്ത ഡോസ്, അതേപോലെ ആ ടൈമില് അനസ്തേഷ്യ കൊടുത്തതിന് ശേഷം പേഷ്യന്റ് ടെമ്പറേച്ചർ, പൾസ്, റെസ്പിറേഷൻ, ബ്ലഡ് പ്രഷർ ഒക്കെ നമ്മൾ അപ്പോൾ തന്നെ റിപ്പോർട്ട് ചെയ്യണം. അതൊക്കെ എഴുതി വെക്കുന്നത് അനസ്തേഷ്യ റിപ്പോർട്ടിലാണ്. റിക്കവറി റൂം റിപ്പോർട്ട് എന്ന് വെച്ചാൽ ഓപ്പറേഷൻ അല്ലെങ്കിൽ സർജറി ഒക്കെ കഴിഞ്ഞിട്ടുള്ള പേഷ്യൻസിന് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യാത്ത റിക്കവറി റൂമിലേക്കാണ്. അപ്പൊ അവിടെ മെയിൻറ്റെയിൻ ചെയ്യുന്ന റെക്കോർഡാണ് ഏത്, റിക്കവറി റൂം റിപ്പോർട്ട് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഓപ്പറേറ്റീവ് റിപ്പോർട്ടാണ്. നമ്മൾ ഓപ്പറേറ്റീവ് ഡാറ്റയും സെയിം ആണെന്ന് പറഞ്ഞില്ലേ.
ഓപ്പറേഷൻ ആയിട്ട് റിലേറ്റ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ എഴുതി സൂക്ഷിക്കുന്ന റിപ്പോർട്ടാണ് ഓപ്പറേറ്റീവ് റിപ്പോർട്ട് പറയുന്നത്. നേഴ്സിംഗ് ഡാറ്റാസും നേഴ്സിംഗ് നോട്ട്സും ഇമ്പോർട്ടന്റ് ആണ്. ഇത് നമ്മൾ സാധാരണയായിട്ട് പേഷ്യൻസിനോട് ഏറ്റവും കൂടുതൽ അറ്റാച്ച്ഡ് ആയിട്ടുള്ളത് അടുത്ത് നിൽക്കുന്നത് നേഴ്സാണ്. അപ്പൊ നേഴ്സിന്റെ ഒബ്സർവേഷൻ, ആ പേഷ്യന്റിന്റെ ഹെൽത്തിനെ കുറിച്ചിട്ടുള്ള നേഴ്സിന്റെ ഒബ്സർവേഷൻസും ഡീറ്റെയിൽസും ആണ് ഏതിൽ വേണ്ടത്, നേഴ്സിംഗ് ഡാറ്റ അല്ലെങ്കിൽ നേഴ്സിംഗ് നോട്ട്സിൽ എഴുതാറ്. TPR ഗ്രാഫ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ TPR ടെമ്പറേച്ചർ, പൾസ്, റെസ്പിറേഷൻ, ബ്ലഡ് പ്രഷർ, ബ്ലഡ് പ്രഷർ അടക്കമുള്ള കാര്യങ്ങൾ നമ്മൾ റിപ്പോർട്ട് എഴുതി വെക്കുന്ന ആ ഒരു ചാർട്ടാണ് TPR ചാർട്ട് എന്ന് പറയുന്നത്. ഇനി മെഡിറ്റേഷൻ ഷീറ്റ് എന്ന് വെച്ചാൽ നമ്മൾ മെഡിസിൻസ് ഷീറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ മെഡിസിൻസ് ഒക്കെ കൊടുത്തിട്ടുണ്ടാവും അല്ലെ, പേഷ്യന്റ് എന്ത് മെഡിസിൻ ആണ് കൊടുത്തത്, എത്ര ടൈംസ് ആണ്, ഏതൊക്കെ മെഡിസിൻസ് പ്രിസ്ക്രൈബ് ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളാണ് ഇതിൽ വേണ്ടത്, മെഡിറ്റേഷൻ ഷീറ്റ് വേണ്ടത്. TPR ടെമ്പറേച്ചർ, പൾസ്, റെസ്പിറേഷൻ ആൻഡ് ബ്ലഡ് പ്രഷർ ആണ്. നമ്മൾ ഇത് ഓരോന്നും എക്സ്പ്ലെയിൻ ചെയ്ത് പഠിക്കുന്നുണ്ട്, പേടിക്കാനില്ല. 23 എണ്ണം നമുക്ക് പഠിക്കാനുള്ളതാണ് കേട്ടോ. ഇനി ഡയറ്റ് ചാർട്ട് ആണ്. പേഷ്യൻസ് ഡയറ്റ് ആയിട്ട് റിലേറ്റ് ചെയ്യുന്നത് നമ്മൾ ഡയറ്ററി ഡിപ്പാർട്ട്മെന്റിൽ ഒക്കെ പഠിച്ചല്ലോ. ഒരു ഡയറ്റ് ചാർട്ട് നമ്മുടെ പേഷ്യൻസിന്റെ ഡയറ്റിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഒക്കെ ഇതിലുണ്ടാവും, ഡയറ്റ് ചാർട്ട് ഉണ്ടാവും. ഫിസിക്കൽ തെറാപ്പി റിപ്പോർട്ട്, ഫിസിയോതെറാപ്പി റിപ്പോർട്ടുകൾ, അത് ഫിസിക്കൽ ആയിട്ടുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അതിനെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽസ് ഒക്കെ എന്തിലുണ്ടാവും, ഫിസിക്കൽ തെറാപ്പി റിപ്പോർട്ടിൽ ഉണ്ടാവും. നമ്മൾ എന്താണ് ഫിസിയോതെറാപ്പി. റെസ്പിറേറ്ററി തെറാപ്പി റിപ്പോർട്ട് എന്ന് പറഞ്ഞാല് റെസ്പിറേറ്ററി ആയിട്ട് റിലേറ്റ് ചെയ്യുന്ന എന്തെങ്കിലും പ്രശ്നങ്ങളോ അതിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എഴുതി വെക്കാറുണ്ട്. റെസ്പിറേറ്ററി തെറാപ്പി റിപ്പോർട്ട് എഴുതാറുണ്ട്. നെക്സ്റ്റ് മിസ്സലേനിയസ് റിപ്പോർട്ടാണ്. സ്പെഷ്യലൈസ്ഡ് കെയർ യൂണിറ്റിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ടൈപ്പ് റിപ്പോർട്ടാണ് മിസ്സലേനിയസ് റിപ്പോർട്ട് എന്ന് പറയുന്നത്. ലബോറട്ടറി റിപ്പോർട്ട് എന്ന് വെച്ചാൽ നമ്മൾ ബ്ലഡ് ഒക്കെ ടെസ്റ്റ് ചെയ്യൂലേ, ഹോസ്പിറ്റലിലൊക്കെ ബ്ലഡ് ഒക്കെ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലാബ് ടെസ്റ്റിന്റെ റിസൾട്ട് ആണ് തരാറ്. ഈ റിപ്പോർട്ടുകൾ അവിടെ സൂക്ഷിച്ചു വെക്കാറുണ്ട്, ലബോറട്ടറി റിപ്പോർട്ടുകൾ അവിടെ സൂക്ഷിച്ചു വെക്കാറുണ്ട്. അതിന് ഏറ്റവും അവസാനം നമ്മൾ ഉള്ള റിപ്പോർട്ടാണ് ഡിസ്ചാർജ് സമ്മറി. എന്താണ് ഡിസ്ചാർജ് സമ്മറി? നമ്മൾ പേഷ്യന്റ് ട്രീറ്റ്മെന്റ് അഡ്മിഷൻ എടുത്തു, ട്രീറ്റ്മെന്റ് കണ്ടിന്യൂ ചെയ്തു, അസുഖം മാറി, ലാസ്റ്റ് നമ്മൾ ഹോസ്പിറ്റലിൽ വിട്ടു പോകുന്നതിന് മുമ്പ് പേഷ്യന്റിന് ഡിസ്ചാർജ് കൊടുക്കും. ആ സമയത്ത് ഫിസിഷ്യൻ എഴുതുന്ന ആ ഒരു സമ്മറിനെയാണ് ഡിസ്ചാർജ് സമ്മറി എന്ന് പറയുന്നത്. എന്ത് അസുഖം കൊണ്ടാണ് പേഷ്യന്റ് വന്നത്, ഇപ്പൊ പോകും, എന്തായിരുന്നു ആദ്യത്തെ അഡ്മിഷന്റെ സമയത്തുള്ള കണ്ടീഷൻ, ഇപ്പോൾ എങ്ങനെയാണ് കറന്റ് സിറ്റുവേഷൻ, ഒരുപാട് കാര്യങ്ങൾ, എന്തൊക്കെ ഡയഗ്നോസിസ് ആണ് നമുക്ക് കൊടുത്തത്, എന്തൊക്കെ ട്രീറ്റ്മെന്റ് ആണ് പ്രൊവൈഡ് ചെയ്തെന്നുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടാവും, ഡിസ്ചാർജ് സമ്മറിയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടാവും. ഇനി നമ്മളിപ്പോ ഈ പറഞ്ഞില്ലേ ഓരോന്നും പറഞ്ഞല്ലോ, എത്രയുണ്ട്, 23 എണ്ണം. അതിൽ 20 എണ്ണം 21 എണ്ണം എങ്ങാണ്ടുള്ളൂ, ബാക്കി 2 എണ്ണം റിപ്പീറ്റ് ആണ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നു, ഓരോന്നായിട്ട് പഠിക്കാൻ പോവാണ്. അത് തുടങ്ങാം. ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കും. വേർഡ്സ് ഒന്ന് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തതാണ് നിങ്ങൾക്ക്. പറയുമ്പോ ഒന്ന് ഓർമ്മ കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് വേണ്ടിയിട്ടാണ് ഞാൻ ഒന്നും പറഞ്ഞേട്ടാ. നമുക്ക് നോക്കാം. ഫസ്റ്റ് എന്താണ് അഡ്മിഷൻ ആൻഡ് ഡിസ്ചാർജ് റെക്കോർഡ്. എന്താണ് ഫസ്റ്റത്തത്? അഡ്മിഷൻ ആൻഡ് ഡിസ്ചാർജ് റെക്കോർഡ്. നമ്മള് ഹോസ്പിറ്റലിൽ ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ട് അഡ്മിഷൻ എടുക്കുമ്പോൾ നമ്മൾ ആദ്യം ഏത് റെക്കോർഡിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? അഡ്മിഷൻ റെക്കോർഡാണ് അവർ പ്രിപ്പയർ ചെയ്യുന്നത്. ഇതിൽ നമ്മൾക്ക് എന്താണ് അസുഖം, എന്താണ് ഡയഗ്നോസിസ് ചെയ്യുന്നത്, എന്ത് പ്രൊസീജിയേഴ്സ് ആണ് നമുക്ക് വേണ്ടി ഫോളോ ചെയ്തത്, എന്ത് ട്രീറ്റ്മെന്റ് ആണ് നമുക്ക് പ്രൊവൈഡ് ചെയ്തത്, ഇതെല്ലാം അതിൽ ഡീറ്റെയിൽഡ് ആയിട്ട് എഴുതിയിട്ടുണ്ടാവും. ഈ ഇൻഫർമേഷൻസ് ഒക്കെ എഴുതാനും അധികാരമുള്ളത് മാത്രമാണ് നമ്മൾ അറ്റൻഡ് ചെയ്തിട്ടുള്ള ഫിസിഷ്യന് മാത്രമാണ് ഈ കാര്യങ്ങളൊക്കെ എഴുതാനുള്ള അധികാരമുള്ളത്. നമ്മൾ ഈ പറഞ്ഞ ഈ ഡയഗ്നോസിസും പ്രൊസീജിയേഴ്സും ട്രീറ്റ്മെന്റിന്റെ പ്രൊസീജിയേഴ്സും നമ്മൾക്ക് ഈ അസുഖം എന്താണെന്ന് കണ്ടുപിടിച്ച ഡയഗ്നോസും ഫുൾ ഡീറ്റെയിൽഡ് ആയിട്ട് വേണം റിട്ടേൺ ആയിട്ട് എഴുതി സൂക്ഷിക്കണം. നമ്മൾ പറഞ്ഞു അബ്രേഷൻസിന്റെ ചുരുക്കത്തിന്റെ ഉണ്ട് മെഡിക്കൽ ഫീൽഡിൽ, മെഡിക്കൽ ടെർമിനോളജി, ലാംഗ്വേജ് ആണെന്നൊക്കെ നമ്മൾ പറഞ്ഞു. പക്ഷെ എന്നിരുന്നാൽ പോലും അഡ്മിഷൻ ആൻഡ് ഡിസ്ചാർജ് റെക്കോർഡിൽ നമ്മളിങ്ങനെ ഷോർട്ട് ഫോംസോ അല്ലെങ്കിൽ സിംബൽസോ ഒന്നും യൂസ് ചെയ്യാൻ പാടില്ല. പൂർണ്ണമായിട്ടും അത് കറക്റ്റ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, കറക്റ്റ് ആയിട്ട് അതിൽ വ്യക്തമായിട്ട് എഴുതി സൂക്ഷിക്കണം. നമുക്കൊന്ന് നോക്കാം എന്താണ് അഡ്മിഷൻ ആൻഡ് ഡിസ്ചാർജ് റെക്കോർഡ് എന്നുള്ളത്. അഡ്മിഷൻ ആൻഡ് ഡിസ്ചാർജ് റെക്കോർഡ്
includes the statement of diagnosis and procedures. ഇതിൽ എന്ത് ഇൻക്ലൂഡ് ചെയ്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ അസുഖത്തിനെ കുറിച്ചിട്ടുള്ള ഡയഗ്നോസിസ് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ടാവും എന്താണ് അസുഖം, എന്താണ് ഡയഗ്നോസിസ് ചെയ്തത് എന്താണെന്നുള്ളതിന്റെ സ്റ്റേറ്റ്മെന്റും ആൻഡ് പ്രൊസീജിയേഴ്സ് നമ്മൾ ഈ ട്രീറ്റ്മെന്റ് കൊടുക്കാനായിട്ട് യൂസ് ചെയ്തിട്ടുള്ള പ്രൊസീജിയേഴ്സ് എന്താണ് നമ്മൾ എന്തെല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് അഡ്മിഷൻ ആൻഡ് ഡിസ്ചാർജ് റെക്കോർഡിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. The attending physician is liable for giving and authenticating the information. ഈ ഇൻഫർമേഷൻസ് കൊടുക്കാനുള്ള അധികാരവും അതിന്റെ ലയബിലിറ്റിയും ആർക്ക് മാത്രമാണ്, നമ്മൾ അറ്റൻഡ് ചെയ്തിട്ടുള്ള ഫിസിഷ്യന് മാത്രമാണ് ഈ ഇൻഫർമേഷൻസ് കൊടുക്കാനുള്ള അധികാരമുള്ളത്. ദെൻ ഫുൾ സ്റ്റോപ്പ് ആണ്, ഇൻഫർമേഷൻ കഴിഞ്ഞിട്ട് ഫുൾ സ്റ്റോപ്പ് ആണ്. അടുത്ത പോയിന്റ് ആണ് ഓൾ ഡയഗ്നോസിസ് ആൻഡ് പ്രൊസീജിയർ നീഡ് വെൽ റിട്ടേൺ ഇൻ ഫുൾ. നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള ഡയഗ്നോസിസും പ്രൊസീജിയേഴ്സും കറക്റ്റ് ആയിട്ട് റിട്ടേൺ ചെയ്ത് എഴുതി സൂക്ഷിക്കണം. വിത്തൗട്ട് സിംബൽസ് ആൻഡ് അബ്രിവേഷൻ. എന്ത് സിംബൽസും പാടില്ല, അബ്രിവേഷനും പാടില്ല. നമ്മൾ ഷോർട്ട് ഫോം ഒന്നും യൂസ് ചെയ്യാൻ പാടില്ല. സിംബൽസും നമ്മൾ അഡ്മിഷൻ ആൻഡ് ഡിസ്ചാർജ് റെക്കോർഡിൽ യൂസ് ചെയ്യാൻ പാടില്ല. ഫുൾ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, എഴുതി സൂക്ഷിക്കണം. ഓക്കെ, നെക്സ്റ്റ് പറയുന്നത് മെഡിക്കൽ ഹിസ്റ്ററി ആണ്. നമ്മള് സാധാരണയായിട്ട് നമ്മൾ ഹോസ്പിറ്റലിൽ ട്രീറ്റ്മെന്റ് ഒക്കെ എടുക്കുമ്പോൾ നമ്മൾ സാധാരണയായിട്ട് കോമൺ ആയിട്ട് കേട്ടിട്ടുള്ള ഒരു കാര്യമാണ്, ഇതിന് മുമ്പ് നമ്മൾ അഡ്മിഷൻ ഒക്കെ എടുക്കുന്ന സമയത്ത് തന്നെ അല്ലെങ്കിൽ ഡോക്ടറായിട്ട് നമ്മൾ ചോദിക്കും ഇതിന് മുമ്പ് എന്തെങ്കിലും ട്രീറ്റ്മെന്റ് എടുത്തിട്ടുണ്ടോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും അസുഖത്തിനുള്ള മെഡിസിൻസ് കഴിച്ചിട്ടുണ്ടോ. അപ്പൊ നമ്മൾ പറയും ഇന്ന അസുഖത്തിനുള്ള മെഡിസിൻസ് ഉണ്ട്, എപ്പോഴെങ്കിലും നിങ്ങൾക്ക് അലർജി ഉണ്ടായിട്ടുണ്ടോ എന്നൊക്കെ നമ്മളോട് കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കും. അപ്പൊ അലർജി ഉണ്ടായിട്ടുണ്ട്, നമ്മൾ അലർജി ഉണ്ടായിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞു. എന്തെങ്കിലും അസുഖം ഉണ്ടെങ്കിൽ അസുഖം കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. ഇതെല്ലാം അദ്ദേഹം എന്ത് ചെയ്യും, നല്ല രീതിയിൽ ഒബ്സർവ് ചെയ്യും. അതേപോലെ നമ്മളുടെ ഇപ്പോഴത്തെ പ്രശ്നം എന്താണെന്ന് ചോദിക്കും, ഇപ്പോഴത്തെ കംപ്ലൈന്റ് എന്താണെന്ന് ചോദിക്കും. അതിന്റെ സിംറ്റംസ് ഒക്കെ ഒബ്സർവ് ചെയ്യും. നമ്മുടെ പാസ്റ്റ് മെഡിക്കൽ ഹിസ്റ്ററി ഉണ്ടെങ്കിൽ അത് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യും. ഈ ഫാമിലിയിൽ ആർക്കെങ്കിലും ഇതേപോലത്തെ അസുഖങ്ങൾ ഉള്ള ആൾക്കാരാണോ എന്നുള്ള കാര്യങ്ങൾ അത് ചോദിക്കും. പിന്നെ റിവ്യൂ ഓഫ് സിസ്റ്റം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് നമ്മൾ പേഷ്യന്റിനോട് ഡോക്ടർ ചോദിക്കാറുണ്ട്. സാധാരണ റെസിഡന്റ് പോവുകയാണെങ്കിൽ നമ്മളോട് കണ്ടിന്യൂസ് ആയിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് എല്ലാവരോടും ചോദിക്കാൻ വേണ്ടിയിട്ട് അവര് എന്താ പറയുക റെഡി ആക്കി വെച്ചിട്ടുണ്ടാവും. അതാണ് റിവ്യൂ ഓഫ് സിസ്റ്റംസ്. നമ്മളിങ്ങനെ ചോദിച്ച് പേഷ്യന്റിനോട് ഓരോ കാര്യങ്ങൾ ചോദിച്ച് ഡോക്ടർ എന്ത് ചെയ്യും, അതിൽ നിന്ന് മനസ്സിലായ കാര്യങ്ങളൊക്കെ എഴുതിയിരിക്കും മെഡിക്കൽ ഹിസ്റ്ററിക്ക് ഇൻക്ലൂഡ് ചെയ്യും. നമുക്ക് നോക്കാം എന്താ മെഡിക്കൽ ഹിസ്റ്ററി എന്ന്. The data physician used to establish preliminary professional diagnosis on which on the base of treatment of the patient. പ്രാഥമിക ഘട്ടത്തിൽ നമ്മൾ ആ ഫിസിഷ്യൻ ആ ഒരു പേഷ്യന്റിനെ ട്രീറ്റ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ബേസിക് ആയിട്ട് നമ്മൾ ആ പേഷ്യന്റിനെ കുറിച്ച് അറിഞ്ഞിരിക്കണം. പേഷ്യന്റിനെ കുറിച്ച് ഒന്നും അറിയാതെ നമ്മൾ ട്രീറ്റ്മെന്റ് പ്രൊവൈഡ് ചെയ്ത കാരണം പേഷ്യന്റ് ഹിസ്റ്ററി എന്താണ്, മെഡിക്കൽ ഹിസ്റ്ററി എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് കാര്യങ്ങൾ ചെയ്യാറുണ്ട്. അതാണ് ഇറ്റ് ഇൻക്ലൂഡ് ചീഫ് കംപ്ലൈന്റ്. ഇപ്പോഴത്തെ പ്രശ്നം എന്താണ്, എന്തായിട്ടാണ് ഇപ്പൊ പേഷ്യന്റ് വന്നിരിക്കുന്നത്. അപ്പൊ അദ്ദേഹം പറയും, ഇപ്പൊ ഇതിന്റെ എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ പേഷ്യന്റ് വന്നപ്പോ എനിക്ക് പനിയാണ് പ്രശ്നം എന്ന് പറഞ്ഞു. അപ്പൊ പ്രസന്റ് ഇൽനെസ് എന്തൊക്കെ വയ്യാഴിയുണ്ട്, തോട്ട് ഇൻഫെക്ഷൻ അങ്ങനെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നൊക്കെ ചോദിക്കും. പാസ്റ്റ് മെഡിക്കൽ ഹിസ്റ്ററി, ഇതിന് മുമ്പ് വേറെ എന്തെങ്കിലും അസുഖങ്ങൾ വന്നിട്ടുണ്ടോ അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ടോ എന്നൊക്കെ ചോദിക്കും. പിന്നെ ഫാമിലി ഹിസ്റ്ററി, ഫീവർ ആയതുകൊണ്ട് ഞാൻ ജസ്റ്റ് പറയാണ്, ഫാമിലിയിൽ ആർക്കെങ്കിലും ഫീവർ ഉണ്ടായിരുന്നോ എന്ന് ചോദിക്കും. നെക്സ്റ്റ് റിവ്യൂ ഓഫ് സിസ്റ്റം ആണ്. ഇങ്ങനെ കുറെ ക്വസ്റ്റ്യൻസ് ഡോക്ടർ നമ്മളോട് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ചോദിച്ചുകൊണ്ടേയിരിക്കും. അപ്പൊ ഇങ്ങനെയാണ് പേഷ്യന്റിന്റെ മെഡിക്കൽ ഹിസ്റ്ററി നമ്മൾ എന്തെങ്കിലും കളക്ട് ചെയ്യുന്നത്. ഞാൻ ഒന്നുകൂടി പറയുകയാണെങ്കിൽ നമ്മള് പ്രാരംഭഘട്ടത്തിലെ പേഷ്യൻസിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻസ് അറിയാൻ ട്രീറ്റ്മെന്റ് കൊടുക്കുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ട്രീറ്റ്മെന്റ് കൊടുക്കാൻ നമുക്ക് പറ്റില്ല. അപ്പൊ പേഷ്യന്റിനെ കുറിച്ചിട്ട് നമുക്ക് പാസ്റ്റ് ഹിസ്റ്ററി അല്ലെങ്കിൽ മെഡിക്കൽ ഹിസ്റ്ററി നമുക്ക് ആവശ്യമാണ്. അപ്പൊ അതിന് വേണ്ടിയിട്ട് അദ്ദേഹത്തിനെ കുറിച്ച് നമ്മൾ കുറച്ചുകൂടി അറിയാനായിട്ട് നോക്കും. അദ്ദേഹത്തിന്റെ ചീഫ് കംപ്ലൈന്റ് ഇപ്പൊ എന്ത് പ്രശ്നമായിട്ടാണ് നമ്മൾ ഹോസ്പിറ്റലിലേക്ക് വന്നത്, അതേപോലെ എന്താണ് ഇപ്പോഴത്തെ ഇൽനെസ്, എന്തൊക്കെ സിംറ്റംസ് ആണ് കാണിക്കുന്നത്. മുമ്പ് പാസ്റ്റ് മെഡിക്കൽ ഹിസ്റ്ററി ഉള്ള പേഷ്യന്റ് ആണോ, ഒരു ഹാർട്ട് അറ്റാക്ക് ആയിട്ട് അല്ലെങ്കിൽ നെഞ്ചുവേദനയായിട്ട് വന്നതാണെങ്കിൽ പ്രസന്റ് ആയിട്ട് എങ്ങനെയാണ്, നെഞ്ചുവേദനയാണോ, ഏത് സൈഡിലേക്കാണ് ആ വേദന എന്നൊക്കെ നമ്മൾ ചോദിക്കും. അതല്ല ഇതിന് മുമ്പ് നെഞ്ചുവേദന വന്നിട്ടുണ്ടോ, ഫാമിലിയിൽ ആർക്കെങ്കിലും ഹാർട്ട് അറ്റാക്ക് വന്നിട്ടുണ്ടോ, ഇതേപോലെ വേറെ കുറെ ക്വസ്റ്റ്യൻസ് സിംറ്റംസ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്യുന്ന രീതിയിൽ ഒരു സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് നമ്മൾ പേഷ്യന്റിനോട് ചോദിക്കും. അതാണ് റിവ്യൂ സിസ്റ്റം എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇങ്ങനെ നമ്മൾ ചോദിച്ച് ആ പേഷ്യന്റിനെ കുറിച്ചുള്ള ഡാറ്റാസ് നമ്മൾ എന്തെങ്കിലും കളക്ട് ചെയ്യും. ഇതിനെയാണ് മെഡിക്കൽ ഹിസ്റ്ററി എന്ന് പറയുന്നത്. നമ്മൾ മെഡിക്കൽ ഹിസ്റ്ററി ആ പേഷ്യന്റെ കയ്യിൽ നിന്ന് എടുക്കുന്നത്. ഒന്ന് വായിച്ചു നോക്കിയ അഡ്മിഷൻ ആൻഡ് ഡിസ്ചാർജ് റെക്കോർഡ് മെഡിക്കൽ ഹിസ്റ്ററി ഒന്ന് വായിച്ചു നോക്കിയ എല്ലാവരും.
റിവ്യൂ ഓഫ് സിസ്റ്റം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മള് പേഷ്യന്റിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയണം. നമുക്ക് എല്ലാവർക്കും എന്തെങ്കിലും ട്രീറ്റ്മെന്റിന്റെ ഭാഗമായിട്ട് നമ്മൾ ഹോസ്പിറ്റലൊക്കെ അല്ലെങ്കിൽ ഡോക്ടറെ കാണാനായിട്ട് പോയിട്ടുണ്ടെങ്കിൽ നമ്മളോട് സീരീസ് ഓഫ് ക്വസ്റ്റ്യൻസ് ഡോക്ടറിന് ചോദിക്കാറുണ്ട്. ഇതിന് മുമ്പ് തോട്ട് ഇൻഫെക്ഷൻ ആയിട്ടാണ് ചെന്നിട്ടുണ്ടെങ്കിൽ ഇതിന് മുമ്പ് തോട്ട് ഇൻഫെക്ഷൻ വന്നിട്ടുണ്ടോ, എന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ടുള്ള ഫുഡ് കഴിച്ചപ്പോഴാണോ തോട്ട് ഇൻഫെക്ഷൻ വന്നത്, അങ്ങനെ ഒരു സീരീസ് ഓഫ് ക്വസ്റ്റ്യൻസ് നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, ചോദിക്കാറുണ്ട്. അപ്പൊ ROS എന്ന് പറയുന്നത് റിവ്യൂ ഓഫ് സിസ്റ്റം ആണ്. ഈ മെഡിക്കൽ ഹിസ്റ്ററി ടെക്നിക് that involves a series of questions about the patient's body system to identify the symptoms. നമുക്ക് എന്തൊക്കെ സിംറ്റംസ് ആണ് ആ പേഷ്യന്റ് കാണിക്കുന്നത്, എന്തൊക്കെ സിംറ്റംസ് ആണ് ആ പേഷ്യന്റ് ഉള്ളതെന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മള് ബോധപൂർവം ചെയ്യുന്ന അല്ലെങ്കിൽ ബോധപൂർവം ഒരു ടെക്നിക്കാണ്. മെഡിക്കൽ ഹിസ്റ്ററി കളക്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ടെക്നിക്കാണ് ഏത്, റിവ്യൂ ഓഫ് സിസ്റ്റം എന്ന് പറയുന്നത് കേട്ടോ. ജസ്റ്റ് ഒന്ന് പറഞ്ഞു, റിവ്യൂ ഓഫ് സിസ്റ്റം കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് പറഞ്ഞത്. ഡീറ്റെയിൽഡ് ആയിട്ട് അങ്ങനെ ഡെഫിനേഷൻ ഒന്നും വേണ്ടല്ലോ, നമുക്ക് അത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാനില്ല, അതുകൊണ്ട് ഡെഫിനേഷൻ ഒന്നും തരാത്ത കേട്ടോ. ഓക്കെ, എല്ലാവരും വായിച്ചു കഴിഞ്ഞോ? ഓക്കെ, ഞാൻ നെക്സ്റ്റ് പോർഷൻ എടുത്തോട്ടെ. ഇനി ഫിസിക്കൽ എക്സാമിനേഷൻ ആണ്. നമ്മൾ ഹോസ്പിറ്റലിൽ ചെന്നിട്ടുണ്ടെങ്കിൽ ഡോക്ടർ നമ്മൾ എന്ത് ചെയ്യും, എക്സാമിൻ ചെയ്യും. എന്താണ് പ്രശ്നം, എന്താണ് ബേസിക് ലൈൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യും. നമ്മുടെ എന്ത് സിറ്റുവേഷൻ, എന്ത് പ്രശ്നം കൊണ്ടാണ് നമ്മൾ ഹോസ്പിറ്റലിലേക്ക് ചെന്നത്, ഇതെപ്പോ മുതലാണ് സ്റ്റാർട്ട് ചെയ്തത്, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു തോട്ട് ഇൻഫെക്ഷൻ ഒക്കെ ആയിട്ട് പോവുകയാണെങ്കിൽ എത്ര ആഴ്ചയായി, അല്ലെങ്കിൽ തുടങ്ങിയിട്ട് ഇപ്പൊ എത്ര ദിവസമായി എന്നൊക്കെ നമുക്ക് ഫിസിക്കൽ എക്സാമിൻ ചെയ്യും, ബോഡി എക്സാമിൻ ചെയ്യും. Provide basic line of data about the patient to help the physician deciding diagnosis. നമ്മൾ പറയുന്ന സിംറ്റംസ് വെച്ചിട്ടാണ് നമ്മുടെ ഫിസിഷ്യൻ എന്ത് ചെയ്യുന്നത്, പേഷ്യന്റിന് എന്താണ് അസുഖം എന്നുള്ളത് ഡയഗ്നോസിസ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ കറക്റ്റ് ആയിട്ട് നമ്മുടെ സിംറ്റംസ് പറഞ്ഞു കൊടുക്കണം. അപ്പം ചില അസുഖങ്ങൾക്ക് കോമൺ ആയിട്ടുള്ള സിംറ്റംസ് ആയിരിക്കും, ചെറിയൊരു വേരിയേഷൻ മാത്രമേ ഉണ്ടാവുള്ളൂ. ഇപ്പൊ സാധാരണയായിട്ട് വരുന്ന മിക്ക പനിക്കും പനി, ഷിവറിങ് അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ കാണാറുണ്ട്. മലേറിയ ഒക്കെ ആണെങ്കിൽ അതിന് സെപ്പറേറ്റ് ആയിട്ട് ചെറിയൊരു ലക്ഷണങ്ങളൊക്കെ കാണിക്കും. അപ്പൊ അത് എന്താണെന്നുള്ളത് നമ്മൾ പറയണം. നമ്മളുടെ കാര്യങ്ങൾ നമുക്കാണ് അറിയണം, നമ്മളെ കാര്യങ്ങൾ ഡോക്ടറിനോട് എന്ത് ചെയ്യണം, കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. Provide basic line about the information about the patient to help the physician in deciding diagnosis. നമുക്ക് എന്താണ് അസുഖം എന്നുള്ളത് ഡയഗ്നോസിസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫിസിഷ്യനോട് നമ്മളുടെ കാര്യങ്ങള് എന്തൊക്കെ പ്രശ്നങ്ങളാണ് എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യേണ്ടതായിട്ട് വരും, എന്ത് കാര്യങ്ങൾ എന്ത് ചെയ്യേണ്ടി വരും, നമ്മൾ ഇൻഫർമേഷൻസ് ഷെയർ ചെയ്യേണ്ടതായിട്ട് വരും. The examination should be include all the body system. നമ്മളുടെ ഫിസിക്കൽ എക്സാമിനേഷൻ നടത്തണമെങ്കിൽ നമ്മൾ എല്ലാ ബോഡിയിലെ സിസ്റ്റത്തിലുള്ള എല്ലാ ബോഡി പാർട്സ് ഒക്കെ എക്സാമിൻ ചെയ്യും. ബോഡി സിസ്റ്റം എന്ത് എക്സാമിൻ ചെയ്താലും നമ്മൾ ഫിസിക്കൽ എക്സാമിനേഷനിൽ ഇൻക്ലൂഡ് ചെയ്യാറുണ്ട്. The degree of details value on the age, sex of the patients, symptoms and other physical findings of laboratory data. ഈ ഫിസിക്കൽ എക്സാമിനേഷനിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന കാര്യങ്ങളാണ് എന്തൊക്കെയാണ് നമ്മള് ഡിഗ്രി ഓഫ് ഡീറ്റെയിൽസ്, നമ്മളെ ഏജ് എത്രയാണ്, അതേപോലെ തന്നെ ഫീമെയിൽ ആണോ മെയിൽ ആണോ, പേഷ്യൻസിന് എന്ത് സിംറ്റംസ് ഒക്കെയാണ് പേഷ്യൻസ് കാണിക്കുന്നത്, അതേപോലെ എന്തെങ്കിലും ഫിസിക്കൽ എക്സാമിനിങ് ഫൈൻഡിങ്സ് ഒക്കെ എന്തൊക്കെയാണ്, നമുക്കത് പരിശോധിച്ച് കഴിഞ്ഞപ്പോൾ എന്തൊക്കെ ഫൈൻഡിങ്സ് ആണ് അറിയാൻ പറ്റിയത്. ലാബ് ടെസ്റ്റ് ഒക്കെ ചെയ്തിട്ടുണ്ടാവും, ലാബ് ടെസ്റ്റിന്റെ റിപ്പോർട്ട് ഇതിനോടൊപ്പം എന്തെങ്കിലും അറ്റാച്ച് ചെയ്തിട്ടുണ്ടാവും. നമ്മൾ പറഞ്ഞത് ഫിസിക്കൽ എക്സാമിനേഷൻ ആണ് നമ്മുടെ പേഷ്യന്റിന്റെ അസുഖം എന്താണെന്ന് കണ്ടെത്താൻ വേണ്ടി, ഡയഗ്നോസിസ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധാരണയായിട്ട് ഫിസിഷ്യൻസ് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചോദിച്ച് മനസ്സിലാക്കുന്നത്. ബേസിക് ലൈൻ ഓഫ് ഡാറ്റാസ് നമ്മൾ കളക്ട് ചെയ്യാറുണ്ട്.
എപ്പം മുതലാണ് സ്റ്റാർട്ട് ചെയ്തത്, ഈ അസുഖം എപ്പം മുതലാണ് സ്റ്റാർട്ട് ചെയ്തത്, സ്റ്റാർട്ടിംഗ് പോയിന്റ് എപ്പോഴായിരുന്നു. അതേപോലെ നമ്മൾ ഫിസിക്കലി എക്സാം ചെയ്യും, നമ്മൾ എന്തെങ്കിലും പരിശോധനയൊക്കെ ചെയ്യും, നമ്മൾ എക്സാമിന് ചെയ്യും, എന്താണ് പ്രശ്നം എന്നുള്ളത് കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് ഇത് ഓരോ ചെയ്തത്. സിംറ്റംസ് നോക്കും, അതേപോലെ ഫിസിക്കൽ ഫൈൻഡിങ്സ്, ലാബ് ടെസ്റ്റുകളൊക്കെ നോക്കും. ഡോക്യുമെന്റ് കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ബ്ലഡ് ടെസ്റ്റ് ചെയ്തിട്ട് ആ റിസൾട്ട് ഒക്കെ വശത്തായിരിക്കും നമ്മൾക്ക് എന്ത് ചെയ്യുന്നത്, എന്താണ് അസുഖം എന്നുള്ളത് ഡയഗ്നോസിസ് ചെയ്യുന്നത്. ഇതാണ് ഫിസിക്കൽ എക്സാമിനേഷൻ വരുന്നത്. നെക്സ്റ്റ് ആണ് ഫിസിഷ്യൻ ഓർഡർ. നമ്മുടെ പേഷ്യന്റ് ട്രീറ്റ്മെന്റിൽ ഇരിക്കെ നമ്മുടെ ഫിസിഷ്യൻ നേഴ്സിങ്ങിനോ അല്ലെങ്കിൽ മറ്റുള്ള ഓക്സിലറി സർവീസ് അല്ലെങ്കിൽ മറ്റു വ്യക്തികൾക്കോ നോൺ മെഡിക്കൽ സ്റ്റാഫിനോ കൊടുക്കുന്ന ഓറൽ ആയിട്ടാവട്ടെ റിട്ടേൺ ആയിട്ടാവട്ടെ എന്ത് ഓർഡറിനെയും നമ്മൾ എന്താ പറയുന്നത്, ഫിസിഷ്യൻ ഓർഡേഴ്സ് എന്നാ പറയുന്നത്. The written or oral order consisting the attending physician direction to nursing and auxiliary service and concerning all medication and treatment of the patients. പേഷ്യന്റിന്റെ ട്രീറ്റ്മെന്റിന്റെ ഭാഗമായിട്ട് നമ്മൾ എന്തൊരു ഡീറ്റെയിൽസും എന്തൊരു ഡയറക്ഷനും ആർക്കുകൊണ്ട് നേഴ്സിനാവട്ടെ ഓക്സിലറി സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന വ്യക്തികൾക്കാവട്ടെ എന്തൊരു കാര്യവും നമ്മൾ എന്തൊരു ഡയറക്ഷൻ കൊടുത്താലും മെഡിസിന്റെ കാര്യം മെഡിസിൻ മാറ്റി കൊടുക്കണം, ഇന്ന മെഡിസിൻസ് ഇന്ന ദിവസം മുതൽ സ്റ്റാർട്ട് ചെയ്യാം എന്ന് ഓറൽ ആവട്ടെ റിട്ടേൺ ആവട്ടെ. ഓറൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വാക്കാൽ പറയുന്നതാവട്ടെ, റിട്ടേൺ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എഴുത്തരുന്നതാവട്ടെ. ഈ രണ്ട് കാര്യത്തിൽ നമ്മൾ ഫിസിഷ്യൻ ഓർഡർ ആയിട്ടാണ് എന്ത് ചെയ്യണത്, കൺസിഡർ ചെയ്യുന്നത്. നമ്മുടെ ട്രീറ്റ്മെന്റിന്റെ ഭാഗമായിട്ട് അറ്റൻഡിങ് ഫിസിഷ്യൻ ആ പേഷ്യന്റിനെ അറ്റൻഡ് ചെയ്യുന്ന നേഴ്സിനോ ഓക്സിലറി സർവീസിനോ കൊടുക്കുന്ന ഓർഡേഴ്സ് എന്ന് പറഞ്ഞാൽ റിട്ടേൺ ഓർഡർ ആവാം, ഓറൽ ഓർഡർ ആവാം. ഇത് രണ്ടിനെയും നമ്മൾ ഫിസിഷ്യൻ ഓർഡർ ആയിട്ടാണ് ട്രീറ്റ് ചെയ്യാറ്. ഒന്ന് വായിച്ചു നോക്കിയേ, ഫിസിക്കൽ എക്സാമിനേഷനും ഫിസിഷ്യൻ ഓർഡറും വായിച്ചു നോക്കിയേ. ഫിസിക്കൽ എക്സാമിനേഷൻ ആൻഡ് ഫിസിഷ്യൻ ഓർഡർ കേട്ടോ. അപ്പൊ നമ്മൾ ഇന്ന് 4 റെക്കോർഡുകളാണ് എടുത്തത്. 4 റെക്കോർഡ് നന്നായിട്ട് വായിച്ചിട്ട് വരാം. ക്ലിയർ ആണോ? ഓക്കെ. ഇങ്ങനെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നെക്സ്റ്റ് ക്ലാസ്സിൽ ഫസ്റ്റ് തന്നെ ചോദിച്ച് ക്ലിയർ ചെയ്തിട്ട് അത് ക്ലാസ് കണ്ടിന്യൂ ചെയ്യാം. അപ്പോ താങ്ക് യു.